റഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഉംദത്തുൽ അഹ്കാമിൽ അടുത്തതായി വായിക്കാനുള്ള അധ്യായം ബാബു അത്തശഹുദ്. നമ്മളിപ്പോഴും കിതാബു സ്വലാ എന്ന് പറയുന്ന വലിയ അധ്യായത്തിൽ തന്നെയാണ് ഉള്ളത്. നിസ്കാരവുമായി ബന്ധപ്പെട്ട വിധിവിലക്കുകളും അതിൻ്റെ മസായിലുകളുമാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അതിനിടയിൽ കഴിഞ്ഞ ഒരധ്യായം, അതിൻ്റെ പേര് കിതാബുൻ ജാമിഉൻ ബാബുൻ ജാമിഉൻ എന്നായിരുന്നു. നമ്മൾ പറഞ്ഞു അത് ഒരു പ്രത്യേക വിഷയമായിരിക്കുകയില്ല, ധാരാളം മസ്അലകൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ എല്ലാം നിസ്കാരവുമായി ബന്ധപ്പെട്ടത് തന്നെ. അതിനുശേഷം വീണ്ടും നിസ്കാരവുമായി ബന്ധപ്പെട്ട നിസ്കാരത്തിന്റെ അവസാനത്തിലേക്ക് എത്തി നിൽക്കുന്ന മസ്അലകളാണ്. നമുക്കറിയാം, നിസ്കാരത്തിൽ അവസാനമായി ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഒന്നാണ് അത്തശഹുദ്. 2 റക്അത്ത് നിസ്കാരങ്ങളിലാണെങ്കിൽ അതിന്റെ അവസാനത്തിലാണ്. ഇനി 4 റക്അത്തുള്ള നിസ്കാരത്തിലാണ് എങ്കിൽ 2 തവണ അത് ആവർത്തിക്കുന്നുവെങ്കിലും അവസാനത്തിൽ തന്നെയാണ് അത്തശഹുദ് ഉള്ളത്. ഇതിനുശേഷം നമുക്കിനി ബാബുൽ വിത്ർ, അതുപോലെ നിസ്കാര ശേഷമുള്ള ദിക്ർ, ഇതൊക്കെയാണ് ഇനി വരുന്ന അധ്യായങ്ങളിലുള്ളത്. ഇപ്പൊ ഇവിടെ ബാബു തശഹുദ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഐ തശഹുദ് ഫി സ്വലാ, നിസ്കാരത്തിലുള്ള തശഹുദാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് ഖിറാഅത്തു അത്തഹിയാത്ത്. അങ്ങനെ പറഞ്ഞാൽ വളരെ വ്യക്തമാണ്. അത്തഹിയാത്ത് പാരായണം ചെയ്യുക എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ എന്തിനാണ് അതിന് പൊതുവെ ആളുകൾ തശഹുദിലിരിക്കുക, തശഹുദ് ചൊല്ലുക എന്നൊക്കെ പറയാനുള്ള കാരണം എന്താണ്? കാരണം അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നമ്മൾ പുകഴ്ത്തിയതിനു ശേഷം നമ്മൾ അതിലൊരു സാക്ഷ്യം വഹിക്കുന്നുണ്ട്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 സാക്ഷ്യം, ലാ ഇലാഹ ഇല്ലല്ലാഹും മുഹമ്മദുൻ റസൂലുള്ളാഹും നമ്മൾ വഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അതിന് അത്തശഹുദ് എന്ന് പറയപ്പെടുന്നത്. ഒരാൾ അത്തഹിയാത്ത് എന്ന് പറയുന്നത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ പറയുന്നത് കൊണ്ടോ കുഴപ്പമില്ല. പണ്ഡിതന്മാർ അതിന് അത്തശഹുദ് എന്ന് പറയാനുള്ള കാരണം ഇതാണ്. അപ്പൊ ഇതിൽ കൊടുത്തിട്ടുള്ള ഹദീസുകൾ വായിക്കാം. അതിലൊന്നാമത്തേത് അൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല അല്ലമനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തശഹുദ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ തശഹുദ് പഠിപ്പിച്ചു. അദ്ദേഹം അത്തശഹുദ് എന്ന് തന്നെയാണ് ഇനി ശേഷം പറയാൻ പോകുന്ന ആ ദിക്റിൻ അല്ലെങ്കിൽ ആ പ്രാർത്ഥനക്ക് അദ്ദേഹം തശഹുദ് എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. എന്നിട്ട് പറയുന്നു കഫി ബൈന കഫൈഹി, എന്റെ കഫ്. എന്താണ് കഫ് എന്ന് പറഞ്ഞാൽ? നമ്മുടെ മുൻകൈ, അതിനാണ് കഫ് എന്ന് പറയുന്നത്. ഇപ്പൊ കഫി, എന്റെ കഫ്, ബൈന കഫൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 കഫിൻ, 2 മുൻകൈയുടെ ഉള്ളിൽ. അപ്പൊ 2 കൈകളിൽ ഉള്ളിലായിട്ട് ഇദ്ദേഹം ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ വലത്തെ കൈയാണ് അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ 2 കൈയിലും ഇങ്ങനെ പിടിച്ചുകൊണ്ടാണ് ഇത് പഠിപ്പിക്കുന്നത്. ഇത് സലാം പറയുമ്പോഴുള്ള കാര്യമല്ല. സലാം പറയുമ്പോൾ അങ്ങനെ ഒന്നും 2 കൈ കൊണ്ട് കൂട്ടിപ്പിടിക്കുക എന്നുള്ളതൊന്നും സ്ഥിരപ്പെട്ടിട്ടില്ല. മറിച്ചൊരു കാര്യം പഠിപ്പിക്കുന്ന സമയത്ത് കൂടുതൽ ശ്രദ്ധ ഉണ്ടാകാൻ വേണ്ടി ചെയ്യുന്ന കാര്യമാണ്. അങ്ങനെ ഒരാൾക്ക് ചെയ്യാം. ഒരാൾക്കൊരു കാര്യം പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് കൈ ഒന്ന് പിടിച്ച് പറയുന്ന സമയത്ത് ചിലപ്പോൾ ശ്രദ്ധിക്കും. അത് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. ഇനി അപ്പോഴും ശ്രദ്ധിക്കുന്നില്ല, കൈ ഒന്ന് അമർത്തി പിടിച്ചാൽ ചിലപ്പോൾ ഒന്ന് ശ്രദ്ധിക്കും. ചില ആൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ തീരെ ശ്രദ്ധിക്കൂല, എവിടെയെങ്കിലൊക്കെ നോക്കിയിരിക്കും. അപ്പൊ അവരെ കൈ ഒന്ന് പിടിച്ചാൽ അത് ശ്രദ്ധിക്കും. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബി ശ്രദ്ധിക്കാത്തത് കൊണ്ടല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് എത്രമാത്രം ഇനായത്ത്, എത്രമാത്രം സൂക്ഷ്മതയോടുകൂടി അവർക്ക് ഖൈർ എത്തണം, അവർക്ക് ശ്രദ്ധ തെറ്റിപ്പോകരുത് എന്നതിനെ പരിഗണിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ അദ്ദേഹം പറയുന്നു, അങ്ങനെ ആദ്യം അത് ചെയ്തു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ് കമാ യുഅല്ലിമുനി അസ്സൂറത മിനൽ ഖുർആൻ, ഖുർആനിൽ ഒരു സൂറത്ത് പഠിപ്പിക്കുന്നത് പോലെയാണ് തശഹുദ് പഠിപ്പിച്ചത്. സൂറത്ത്, ഖുർആനിലെ സൂറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹിയായി ഇറങ്ങിയാൽ അത് സ്വഹാബത്തിന് ഓതി പഠിപ്പിക്കും. അങ്ങനെയാണ് അവർ കാണാതെ പഠിച്ചിരുന്നത്. അതല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതുമായിരുന്നില്ല, സ്വഹാബത്തും എഴുതിയിട്ടല്ല ഹിഫ്ളാക്കുന്നത്. എന്നാൽ അവരിൽ ചിലർ വഹി എഴുതുന്നവരും ഉണ്ടായിരുന്നു. എന്നാൽ അധിക പേരും നേർക്ക് നേരെ തൽഖീൻ ചെയ്തിട്ടാണ് ഖുർആൻ ഹിഫ്ളാക്കുന്നത്. ഖുർആൻ ഹിഫ്ളാക്കുന്നതിന്റെ ഒരു രീതികളിൽപ്പെട്ട ഒന്ന് അങ്ങനെയാണ്. ഖുർആൻ അത് ഓതുന്ന ആളിൽ നിന്നും അതുപോലെ ചുണ്ടുകളിൽ നിന്നും
അങ്ങനെ നേരിട്ട് കേട്ട് അതിന്റെ ഹർഫുകൾ മനസ്സിലാക്കി അതുപോലെ ഹൃദ്യസ്ഥമാക്കുന്ന രീതിയുണ്ട്. അപ്പോൾ അങ്ങനെയാണ് അവർ ചെയ്തിരുന്നത് എന്നാണ്. അപ്പൊ അങ്ങനെ സൂറത്തുകൾ ഹിഫ്ള് ചെയ്യുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല ഉരുവായി അത് ആവർത്തിച്ച് പഠിപ്പിക്കാറുണ്ടായിരുന്നു എന്നാണ്. അദ്ദേഹം ഇത് ആമുഖമായി പറയാനുള്ള കാരണമായി പണ്ഡിതന്മാർ പറയുന്നത് തശഹുദിന്റെ പ്രാധാന്യം അറിയിക്കാനാണ്. ഖുർആനിലെ ഒരു സൂറത്ത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പഠിപ്പിക്കണമെങ്കിൽ അത് അത്രയും പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ നിസ്കരിക്കുന്ന ഒരു വ്യക്തിയും അതിനെക്കുറിച്ച് അറിയാതെ പോകരുത്. തശഹുദ് അത് ചൊല്ലാൻ അറിയില്ല എന്ന് പറയരുത്. മാത്രമല്ല ആ തശഹുദിന്റെ അർത്ഥവും അത് കൃത്യമായി നമ്മൾ പഠിക്കണം. എന്താണ് ആ തശഹുദിൽ നമ്മൾ പറയുന്ന വാക്കുകൾ എന്താണ് എന്നുള്ളത് ശരിക്കും ആലോചിക്കണം. യഥാർത്ഥത്തിൽ നിസ്കാരത്തിന്റെ തക്ബീർ മുതൽ തസ്ലീം വരെയുള്ള മുഴുവൻ ദിക്റുകളും ദുആകളും നമ്മൾ ശരിക്കും അർത്ഥത്തോടെ പഠിക്കേണ്ടതുണ്ട്. കാരണം നിസ്കാരത്തെക്കുറിച്ച് നമുക്ക് അങ്ങനെ ഒരു ഡീറ്റെയിൽ ആയിട്ട് നിസ്കാരത്തെക്കുറിച്ചിട്ട് അറിയില്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? നാളെ അല്ലാഹു തആല ആദ്യമായി നമ്മോട് ചോദിക്കുന്നത് അടിമകളുടെ അമലിൽ നിന്നും തൗഹീദുള്ളവരിൽ നിന്ന് നിസ്കാരത്തെക്കുറിച്ചാണ്. ആ നിസ്കാരത്തിന്റെ തക്ബീർ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ അർത്ഥം എന്നൊരാൾക്ക് അറിയുന്നില്ല. പിന്നീട് ദുആഉൽ ഇസ്തിഫ്താഹ്, പ്രാരംഭ പ്രാർത്ഥന, അതിനെക്കുറിച്ച് ഒരാൾക്ക് അറിയുന്നില്ല. ഞാനിങ്ങനെ വജ്ജഹത്തു എന്നൊക്കെ പറഞ്ഞ് ഓതുന്നുണ്ട്, അല്ലെങ്കിൽ അല്ലാഹുമ്മ ബാഇദ് ബൈനി എന്നൊക്കെ പറഞ്ഞ് ഓതുന്നുണ്ട് എന്നല്ലാതെ എന്താണ് അതിന്റെ അർത്ഥം തന്നെ അറിയില്ല. പിന്നെയല്ല അതിന്റെ ഉദ്ദേശം. വലിയ കഷ്ടമാണ്. പിന്നീട് നിസ്കാരത്തിന്റെ റുക്നായ അതിന്റെ റൂഹായ സൂറത്തുൽ ഫാത്തിഹയെ കുറിച്ചിട്ട് അതും അറിയുന്നില്ല. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ബാധിക്കുന്ന ഏറ്റവും വലിയ മുസീബത്താണ് അവൻ എന്താണ് അള്ളാഹുവിനോട് പറയുന്നത് എന്നറിയാതെ പറയുക എന്നുള്ളത്. അപ്പൊ ഇതൊക്കെ പഠിക്കേണ്ടതാണ്. ഇതൊക്കെ നമ്മൾ വ്യത്യസ്തങ്ങളായി പലപ്പോഴും കേട്ടിട്ടുള്ളതുമാണ്. അത് ആവർത്തിച്ച് പഠിക്കണം. പിന്നീട് റുക്കൂഇൽ സുബ്ഹാന റബ്ബിയൽ അലീം എന്ന് നമ്മൾ അള്ളാഹുവിന്റെ മഹത്വത്തെ വാഴ്ത്തുന്നുണ്ട്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് ഞാൻ എപ്പോൾ മനസ്സിൽ കരുതേണ്ടത്? റബ്ബന വലക്കൽ ഹംദ്. പിന്നീട് സുജൂദിലേക്ക് വീഴുന്നു. എന്താണ് ആ സുജൂദിന്റെ ശ്രേഷ്ഠത? എന്താണ് അതിന്റെ പ്രത്യേകത? സുജൂദിൽ കിടക്കുന്നവൻ അവൻ ഏറ്റവും താഴെ ഭൂമിയിലേക്ക് പതിക്കുന്ന സമയത്ത്, പക്ഷെ അവൻ റബ്ബിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്ന സമയത്താണതുള്ളത്. അങ്ങനെയുള്ള കാര്യങ്ങൾ നിസ്കാരത്തെക്കുറിച്ചുള്ള പഠനം എപ്പോഴും പഠിക്കണം. അതിൽപ്പെട്ട അവസാനത്തെ കാര്യമാണ് തശഹുദ് എന്നുള്ളത്. അത് ഖുർആനിൽ ഒരു സൂറത്ത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കാറുണ്ടായിരുന്നു എന്നാണ്. അതേപോലെ തന്നെ നമ്മൾ പഠിക്കണം. ചില ആളുകൾക്ക് ആ തശഹുദിൽ ഇരുന്നാലേ കിട്ടുള്ളൂ, അല്ലാത്ത സമയത്തൊന്നും ചോദിച്ചാൽ തശഹുദൊന്നും കിട്ടൂല. കാരണം അതൊരു യാന്ത്രികമായി പോയത് കൊണ്ടാണ് അങ്ങനെ. യഥാർത്ഥ രൂപത്തിൽ അർത്ഥത്തോടുകൂടി പഠിച്ച ഒരാൾക്ക് അത് എപ്പോൾ ചോദിച്ചാലും കിട്ടേണ്ടതാണ്. പക്ഷെ യാന്ത്രികതയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് അവിടെ എത്തുമ്പോൾ അതങ്ങനെ കിട്ടുന്നു. അതൊരു ചില ആളുകൾ വെപ്രാളത്തോടു കൂടിയൊക്കെ ആയിരിക്കും ചൊല്ലുക, കിട്ടുകയില്ല. അപ്പൊ അത് നന്നായി ഇരുന്ന് പഠിക്കണം. നമ്മൾ സൂറത്തൊക്കെ പഠിക്കുന്നത് പോലെ തന്നെ നിസ്കാരത്തിൽ ഓരോ ദിക്റുകളും എടുത്ത് പ്രാർത്ഥന അതിന്റെ ബുക്കുകളൊക്കെ എടുത്ത് അത് എടുക്കണം. ആരെങ്കിലുമൊക്കെ അങ്ങനെയുള്ള ദിക്റുകളും ദുആകളും വിശദീകരിച്ച ക്ലാസ്സുകൾ ഉണ്ട് എങ്കിൽ അത്തരം ക്ലാസ്സുകൾ അത് ആവർത്തിച്ച് കേൾക്കുന്ന ഒരു സ്വഭാവം നമുക്ക് ഉണ്ടാക്കണം. കാരണം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിനെ കുറിച്ചിട്ടാണ്. നമ്മൾ ബാക്കിയുള്ള പല മസായിലുകളും പല വിഷയങ്ങളൊക്കെ ചിലപ്പോൾ ചില ആളുകൾ പഠിച്ചിട്ടുണ്ടാകും. നാട്ടിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഫിത്തന വന്നു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കുരുട്ട് ചോദ്യങ്ങളുണ്ട് അതൊക്കെ ചിലപ്പോൾ അതിന്റെ മറുപടിയൊക്കെ നമ്മളിങ്ങനെ മുഖാമുഖങ്ങളിലും മറ്റുമൊക്കെ ആയി പഠിച്ചു വെച്ചിട്ടുണ്ടാകും. പക്ഷെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ചിലപ്പോൾ വിട്ടുപോയിട്ടുണ്ടാകും. അങ്ങനെ ആയിക്കൂടാ, മറിച്ച് അത് നന്നായി പഠിക്കണം. എന്നിട്ട് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ തശഹുദിന്റെ അത്തഹിയാത്തിന്റെ വാചകങ്ങൾ അതേപോലെ പറയുകയാണ്. കമാ യുഅല്ലിമുനി അസ്സൂറത മിനൽ ഖുർആൻ അത്തഹിയാതു ലില്ലാഹ് വസ്സലവാതു വത്തയ്യിബാതു അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹിസ് സാലിഹീൻ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. ഇപ്പോൾ അർത്ഥം പറയുന്നില്ല, ഓരോന്നും ഇൻഷാ അല്ലാഹ് അത് വിശദീകരിക്കുന്നുണ്ട്. വഫീ ലഫ്ളിൻ, വേറൊരു ലഫ്ളിൽ ഇങ്ങനെയാണ് അതിന്റെ ആരംഭിച്ചിട്ടുള്ളത്. ഇദാ ഖഅദ അഹദുകും ഫിസ് സലാത്ത്, നിങ്ങളിൽ ഒരാൾ നിസ്കാരത്തിൽ ഇരുന്നാൽ. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തശഹുദിന് വേണ്ടിയിട്ടുള്ള ആ ഇരുത്താണ്. അൽ ജുലൂസു ലിത്തശഹുദ്. 2 തവണ തശഹുദ് ഉണ്ടെങ്കിൽ 2 തവണ ഇരിക്കാറുണ്ട്, അല്ലെങ്കിൽ 2 റക്അത്തുള്ള നിസ്കാരങ്ങളിൽ അവസാനത്തെ ആ ഇരുത്തം. ഫൽയഖുൽ അത്തഹിയാതു ലില്ലാഹ്, അപ്പോൾ അവൻ അത്തഹിയാതു ലില്ലാഹ് എന്നുള്ളത് പറയട്ടെ. അഥവാ ഹദീസിൽ പിന്നീട് ബാക്കിയുണ്ട്. ഇദ്ദേഹം മഖ്ദിസി അതിന്റെ ഒരു ഭാഗം അവിടെ കൊടുത്തതാണ്. വഫീഹി, വേറൊരു റിവായത്തിൽ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഫഇന്നകും ഇദാ ഫഅൽതും ദാലിക്,
അഥവാ ഈ റിവായത്തിൽ വരാത്ത ഫായിദ അദ്ദേഹം വേറൊരു ഹദീസിന്റെ ഭാഗത്ത് നിന്ന് എടുത്തുകൊണ്ടുവന്നതാണ്, പൂർണ്ണമായി കൊണ്ടുവന്നിട്ടില്ല. ഫൈനക്കും ഇദാ ഫഅൽതും ദാലിക്, നിങ്ങൾ ഇങ്ങനെ തശഹുദ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫഖദ് സല്ലംതും അലാ കുല്ലി അബ്ദിൻ സാലിഹിൻ ഫിസ് സമാഇ വൽ അർദ്, ആകാശഭൂമികളിലുള്ള മുഴുവൻ സാലിഹ്യങ്ങൾക്കും വേണ്ടി നിങ്ങൾ സലാം പറഞ്ഞിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാം. വഫീഹി ഫൽയതഖയ്യർ മിനൽ മസ്അലതി മാ ഷാ, ചില റിവായത്തിൽ വന്നു അതിനുശേഷം അവൻ ഉദ്ദേശിക്കുന്ന ദുആകളെല്ലാം അള്ളാഹുവിനോട് ചോദിക്കട്ടെ. കാരണം നിസ്കാരത്തിൽ ദുആക്ക് ഉത്തരം കിട്ടുന്ന പ്രധാനപ്പെട്ട 2 സ്ഥലങ്ങളുണ്ട്. അതിലൊന്ന് സുജൂദിലാണ്. സുജൂദിൽ ഒരാൾക്ക് അവൻ ആവശ്യമുള്ളതൊക്കെ അള്ളാഹുവിനോട് ചോദിക്കാം, പ്രത്യേകിച്ചും സുന്നത്ത് നിസ്കാരങ്ങളിലാണെങ്കിൽ. പിന്നീടുള്ളത് തശഹുദിന് ശേഷമുള്ള സമയമാണ്. തശഹുദും സലാത്തും കഴിഞ്ഞാൽ ഒരാൾക്ക് ശേഷമുള്ള സമയത്ത് അവൻ ഉദ്ദേശിക്കുന്നതൊക്കെ ദുആ ചെയ്യാം. അപ്പോൾ ആ റിവായത്തിൽ ഫല്യതഖയ്യർ മിനൽ മസ്അലതി മാ ഷാ, അവൻ അള്ളാഹുവിനോട് ചോദിക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാൻ അവൻ അതിനുവേണ്ടി ഇരുന്നോട്ടെ എന്നും ഹദീസിലുണ്ട്. ശരി, ഈ ഹദീസ് അത് ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ വിശദീകരണമാണ് നമ്മൾ വായിക്കുന്നത്. ആദ്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, 2 കൈയുടെയും ഉള്ളിൽ വെച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സഹാബിയുടെ ശ്രദ്ധ കൂടുതൽ കിട്ടുന്നതിന് വേണ്ടി, അദ്ദേഹം കൂടുതൽ ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് എന്നാണ്. ഇനി നോക്കാം, നമ്മൾ ഓരോരുത്തരും നിസ്കാരത്തിൽ പറയുന്ന ഈ അത്തഹിയ്യാത്തിന്റെ അർത്ഥം എന്താണ്. അത്തഹിയ്യാതു ലില്ലാഹ്, അത്തഹിയ്യ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അഭിവാദ്യം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. സലാം എന്ന് പറയുന്നത് ഒരു തഹിയ്യത്താണ്. സലാം എന്ന് പറയുന്നത് തഹിയ്യത്താണ്. എന്നാൽ എപ്പോഴും വാക്കുകൾ കൊണ്ട് മാത്രമല്ല തഹിയ്യത്ത് ഉണ്ടാകുന്നത്. ഇപ്പൊ മസ്ജിദിലേക്ക് വന്നാലുള്ള തഹിയ്യത്ത് അത് 2 റക്അത്ത് നിസ്കാരമാണ്. അപ്പൊ അങ്ങനെയുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് യോജിക്കുന്ന എല്ലാ മഹത്വങ്ങളും, അങ്ങനെയുള്ള മുഴുവൻ കാര്യങ്ങളും, എല്ലാ ആദരവും, അത് മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ്. അഥവാ നിരുപാധികമായിട്ടുള്ള തഹിയ്യത്ത്, നിരുപാധികമായിട്ടുള്ള മഹത്വം കൽപ്പിച്ചുകൊണ്ടുള്ള മുഴുവൻ കാര്യങ്ങളും അത് ലോകങ്ങളുടെ റബ്ബായ അള്ളാഹുവിന് മാത്രമാകുന്നു. അത്തഹിയ്യാതു ലില്ലാഹ്, എല്ലാ അഭിവാദ്യങ്ങളും അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാകുന്നു എന്നാണ്. വസ്സലവാത്ത്, സലവാത്ത് നമുക്കറിയുന്ന കാര്യമാണ്. ജംഉ സല, നിസ്കാരത്തിന്റെ ബഹുവചനമാണ്. മുഴുവൻ നിസ്കാരങ്ങളും അഥവാ എല്ലാം അള്ളാഹുവിനാണ് എന്നാണ് പറയുന്നത്. മുഴുവൻ നിസ്കാരങ്ങളും, ഒരടിമ നിസ്കരിക്കുന്ന ഫർളും സുന്നത്തുമായ മുഴുവൻ നിസ്കാരങ്ങളും അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഉള്ളതാണ്. വത്തയ്യിബാത്ത്, അതേപോലെയുള്ള എല്ലാ വിശിഷ്ടമായ കാര്യങ്ങളും. അത്തയ്യിബ് എന്ന് പറഞ്ഞാൽ അതിന് വിപരീതം അൽ ഖബീസ് എന്നാണ്, മ്ലേച്ഛകരമായ മോശപ്പെട്ട കാര്യം എന്നാണ്, വളരെ നിലവാരം കുറഞ്ഞ കാര്യം. അതിന്റെ വിപരീതമാണ് അത്തയ്യിബ് എന്ന് പറയുന്നത്, ഏറ്റവും ഉന്നതമായ വിശിഷ്ടമായ കാര്യം. അത് അള്ളാഹുവിനാണ് എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ അതിന് 2 രൂപത്തിൽ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആല തയ്യിബാണ്, അള്ളാഹു എല്ലാ ന്യൂനതകളിൽ നിന്നും മുക്തമായവനാണ്. ഒരു ന്യൂനതയും അള്ളാഹു തആലക്ക് ഇല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങളിലോ വിശേഷണങ്ങളിലോ ഒന്നിലും തന്നെ യാതൊരു ന്യൂനതയും ഇല്ല. അള്ളാഹു തയ്യിബാണ്. അതുപോലെ തന്നെ ചില ഹദീസിൽ വന്നതുപോലെ ഇന്നല്ലാഹ തയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ തയ്യിബ, തീർച്ചയായും അള്ളാഹു തയ്യിബാണ്, വിശിഷ്ടമായതല്ലാതെ അള്ളാഹു തആല സ്വീകരിക്കുകയില്ല എന്നാണ് അതിന്റെ അർത്ഥം. അഥവാ അടിമകളിൽ നിന്ന് വരുന്ന നന്മകൾ മാത്രമേ അള്ളാഹു തആല സ്വീകരിക്കുകയുള്ളൂ. ആ നന്മകളിൽ എന്തെങ്കിലുമൊക്കെ കലർപ്പുകൾ വന്നാൽ അതുപോലും അള്ളാഹു തആല സ്വീകരിക്കുകയില്ല. അതുകൊണ്ടാണ് റിയാ ഉള്ള പ്രവർത്തനങ്ങൾ, അത് ബാഹ്യമായി നമുക്ക് കാണാൻ നന്മയാണ് എങ്കിലും അള്ളാഹുവിന്റെ അടുക്കൽ അത് തയ്യിബല്ല, അള്ളാഹു തആലക്ക് അത് വേണ്ടതില്ല എന്ന് അള്ളാഹു പറഞ്ഞു. അതേപോലെ ഇനൊരു വ്യക്തി അയാൾ അള്ളാഹുവിനോട് അങ്ങേയറ്റം ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് അയാൾ ഒരു പന്നി മാംസം അറുത്താലോ അത് ആർക്കെങ്കിലും ദാനം ചെയ്താലോ അള്ളാഹു തആല അത് സ്വീകരിക്കുകയില്ല. കാരണം അത് ഹറാമായ ത്വയ്യിബല്ലാത്ത ഖബീസായ കാര്യമാണ്. അതേപോലെ പലിശക്ക് കിട്ടുന്ന സമ്പാദ്യത്തിൽ, പലിശയുമായി ബന്ധപ്പെട്ട സമ്പാദ്യത്തിൽ നിന്നും ആളുകൾ സദഖ ചെയ്താലും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കുകയില്ല. കാരണം അല്ലാഹു തയ്യിബാൻ, ലാ യഖ്ബലു ഇല്ലാ തയ്യിബൻ. അതുകൊണ്ട് എല്ലാ വിശിഷ്ടമായ കാര്യങ്ങളും അത് മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാണ് എന്നാണ്. അപ്പോൾ ആദ്യം ഈ 3 കാര്യം, അത്തഹിയ്യാതു ലില്ലാഹ് വസ്സലവാതു വത്തയ്യിബാത്ത്, ഇതെല്ലാം അല്ലാഹുവിനുള്ളതാകുന്നു എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ ഹക്കാണ്, അതുകൊണ്ടാണ് ആരംഭിച്ചിട്ടുള്ളത്. പിന്നീട് പറയുന്നത് രണ്ടാമത്തെ ഹക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ആരോടാണ് ഹക്കുള്ളത് എന്നുള്ള കൃത്യമായ തർത്തീബ്, കൃത്യമായ ക്രമം ഈ ഹദീസിലുണ്ട്. ആദ്യത്തെ ഹക്ക് അള്ളാഹുവിനോടാണ്. രണ്ടാമത്തെ ഹക്ക് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടിയിട്ടുള്ള
3 പ്രാർത്ഥനകളാണ്. അസ്സലാം, എല്ലാവിധ സമാധാനവും, എല്ലാ ആഫാത്തുകളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും, ബുദ്ധിമുട്ടുകളിൽ നിന്നും അള്ളാഹു താങ്കളെ സംരക്ഷിക്കട്ടെ എന്നാണ് അതിന്റെ അർത്ഥം. അസ്സലാമു അലൈക, താങ്കൾക്ക് സംരക്ഷണം ഉണ്ടാകട്ടെ. അയ്യുഹൻ നബി, അല്ലയോ അള്ളാഹുവിന്റെ പ്രവാചകരെ എന്നാണ്. ഇവിടെ അയ്യുഹൻ നബി എന്ന് വിളിക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഇനി ചില ആളുകൾ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാകും, അയ്യുഹൻ നബി എന്ന് വിളിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിട്ട് വിളിക്കലല്ലേ എന്ന് ചിലപ്പോൾ ചിന്തിച്ചേക്കാം. കാരണം അയ്യുഹൻ നബി എന്ന് പൊതുവെ പറഞ്ഞാൽ നേരെയുള്ള ഒരാളെ വിളിക്കുന്ന ഒരു രീതിയാണ്. എന്നാൽ ഭാഷയിൽ, അത് ഏതൊരു ഭാഷയിലും അറിയപ്പെട്ട ഒരു കാര്യമാണ്. അത് ഇങ്ങനെ വിളിക്കുന്ന ഖിതാബുൻ തഖ്ദീരി, സാങ്കല്പികമായ അഭിസംബോധന, അല്ലെങ്കിൽ അൽ ഖിതാബുൽ ഖൽബി, ഹൃദയത്തിലേക്ക് അയാളുടെ ഓർമ്മ കൊണ്ടുവരാൻ, അഥവാ കൂടുതൽ അടുപ്പത്തോടു കൂടി പറയാൻ വേണ്ടി പറയുന്ന ഒരു പ്രയോഗമാണ് അത്. ഇനി അതൊന്നുകൂടി വ്യക്തമായി എല്ലാവർക്കും മനസ്സിലാകുന്ന, എല്ലാവരും പൊതുവെ അംഗീകരിക്കുന്ന ഒരു കാര്യത്തിൽ പറഞ്ഞാൽ, നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ പോലും അത് നേർക്ക് നേരെയുള്ള വിളിയായിരുന്നെങ്കിൽ നിസ്കാരം ബാത്തിലാകും. അത് ആളുകൾക്ക് ഇജ്മാ ഉള്ള വിഷയമാണ്. നിസ്കാരത്തിൽ ഒരാൾ റസൂലുള്ളാഹി ജീവിച്ചിരിപ്പുണ്ട്, നമ്മുടെ പുറത്തുണ്ട്, എന്നിട്ട് ഒരാൾ നിസ്കരിക്കുന്നതിന്റെ ഇടയിൽ അസ്സലാമു അലൈക, അതിന്റെ അർത്ഥം നേർക്ക് നേരെയുള്ള സംസാരമായിരുന്നെങ്കിൽ, യഥാർത്ഥത്തിലുള്ള ഖിതാബ് ആയിരുന്നെങ്കിൽ, അഭിസംബോധന ആയിരുന്നെങ്കിൽ അത് നിസ്കാരം ബാത്തിലാകുന്നുള്ള കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. കാരണം നിസ്കാരത്തിൽ മനഃപൂർവ്വം സംസാരിച്ചാൽ അത് മിൻ മുബ്തിലാത്തി സ്വലാ, നിസ്കാരത്തെ ബാത്തിലാക്കി കളയുന്ന കാര്യത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് ഒരാളും അത് എടുത്തു കൊണ്ടുവരികയില്ല. ഇത് റസൂലുള്ളാഹിയോട് നേരിട്ട് ചോദിക്കാനുള്ള തെളിവാണ്, അല്ലെങ്കിൽ നേരിട്ട് സംസാരിക്കാനുള്ള തെളിവാണ് എന്നൊരാളും പറയുകയില്ല. മറിച്ച് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മുന്നിലുള്ളതുപോലെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമ്മൾ അള്ളാഹുവിനോടാണ് പ്രാർത്ഥിക്കുന്നത്. അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന് പറഞ്ഞ അള്ളാഹു തആലയോട് എല്ലാവിധ ആഫാത്തുകളിൽ നിന്നും, അത് അവിടുത്തെ ജീവിതകാലത്തും മരണശേഷവും അവിടുത്തെ ശരീരത്തിന് ഒരു തരത്തിലുള്ള ആഫാത്തുകളും ഒന്നും സംഭവിക്കാതിരിക്കാനും, അതുപോലെ തന്നെ അവിടുത്തെ ശരീഅത്തിനും അവിടുത്തെ ദീനിനും ഒരു പ്രയാസങ്ങളും ഇല്ലാതിരിക്കാൻ, അവിടുന്ന് വിട്ടേച്ചു പോയ കാര്യങ്ങൾ സംരക്ഷിക്കപ്പെടാൻ, ഇങ്ങനെയുള്ള ധാരാളം നന്മകൾക്ക് വേണ്ടി അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയാണ്. അയ്യുഹൻ നബി എന്നാണ് പറഞ്ഞത്. നബി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ നബി തന്നെയാണ് മലയാളത്തിൽ പറയാറുള്ളത്. പക്ഷെ അതിനൊരു അർത്ഥമുണ്ട്. നബി എന്ന് പറയുന്ന വാക്ക് പണ്ഡിതന്മാർ പറയുന്നു, ഒന്നുകിൽ അത് വന്നിട്ടുള്ളത് നബുവ, അർറിഫ്അ, ഉയർച്ച എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ്. അഥവാ വളരെ മഹത്വമുള്ള ഉയരത്തിലുള്ള ആളാണ് നബി എന്ന് പറയുന്നത്. സാധാരണ മനുഷ്യന്മാരെ പോലെയല്ല. ദറജ കൊണ്ട്, പദവികൾ കൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ വളരെയധികം ഉന്നതമായ സ്ഥാനം ഉള്ള ആളുകളാണ് നബിമാർ. അതേപോലെ തന്നെ അന്നബ, വൃത്താന്തം, അറിവ് എന്നൊക്കെ പറയുന്ന വാക്കിൽ നിന്നും അത് വന്നിട്ടുണ്ട്. അഥവാ പ്രവാചകന്മാർ അള്ളാഹുവിൽ നിന്നും നേരിട്ട് അറിവ് കിട്ടുന്ന ആളുകളാണ്. അതേപോലെ തന്നെ അവർ ആ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നവരുമാണ്. ഈ രണ്ടർത്ഥത്തിലും നബി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അതാണ്. ഈ രണ്ടർത്ഥവും അവിടെ ഉദ്ദേശിക്കപ്പെടാം. അതോടൊപ്പം പറയുന്നു അയ്യുഹൻ നബി വറഹ്മത്തുള്ളാഹ്, രണ്ടാമത്തെ ദുആ അള്ളാഹുവിന്റെ കാരുണ്യം താങ്കളിൽ ഉണ്ടാകട്ടെ എന്നാണ്. ഈ രണ്ട് കാര്യവും, സലാം ആദ്യം പറയുക, പിന്നെ റഹ്മത്ത് പറയുക, ഇത് രണ്ടിലും വളരെ വളരെ വ്യക്തമായ ഒരു കാര്യമുണ്ട്. ഒന്നാമതായി നമ്മൾ പറയുന്നത് അസ്സലാം എന്ന് പറയുന്നത് അത് എല്ലാവിധ മുസീബത്തുകളിൽ നിന്നും താങ്കളെ അള്ളാഹു രക്ഷിക്കട്ടെ എന്നാണ്. എല്ലാ മുസീബത്തിൽ നിന്നും താങ്കൾ അള്ളാഹു രക്ഷിക്കട്ടെ എന്നാണ്. പിന്നീട് റഹ്മത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് എല്ലാവിധ നന്മകളും താങ്കൾക്ക് ഉണ്ടാകട്ടെ എന്നാണ്. അപ്പൊ ആദ്യം മുസീബത്തുകളൊന്നും ഒരാൾക്ക് ബാധിക്കാതിരിക്കാനുള്ള പ്രാർത്ഥനയാണ്. നമ്മൾ മനുഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും സലാം പറയുമ്പോഴും അങ്ങനെ തന്നെയാണ്. അസ്സലാമു അലൈക, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് പറയുമ്പോൾ ആദ്യം നിനക്കൊരു ആപത്തുകളും ആഫാത്തുകളും ബുദ്ധിമുട്ടുകളും ഒന്നും തന്നെ നിനക്കുണ്ടാകാതിരിക്കട്ടെ എന്നാണ്. അത് ശാരീരികവും മാനസികവും എല്ലാം അതിൽ ഉൾപ്പെട്ടു എന്നാണ്. അങ്ങനെ ഒന്നും നിനക്കില്ലാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ്. അപ്പൊ ഒന്നും, ഒരു ഷർറും ഇല്ലാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അതാണ് നമുക്ക് ആദ്യം വേണ്ടത്. അല്ലെ, ഒരാൾക്കൊരു ഹൈർ കിട്ടിയിട്ടില്ലെങ്കിലും ഷർറൊന്നും ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് നമ്മൾ രണ്ടാമത് വറഹ്മത്തുള്ളാഹ്, ഷർറൊന്നുമില്ല. ഇനി അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യം, അവനിൽ നിന്നുള്ള ഒരുപാട് നന്മകൾ അത് നിനക്ക് ഉണ്ടാകട്ടെ എന്നാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് താങ്കൾക്ക് ഉണ്ടാകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഒപ്പം വബറകാതുഹു, അള്ളാഹുവിന്റെ ബറക്കത്തുകൾ അത് ഉണ്ടാകട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രാർത്ഥിക്കുകയാണ്. നന്മകൾ, അതിന് സ്ഥിരമായി നിലനിൽക്കുന്ന നന്മക്കാണ് ബറക്കത്ത്
എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി നമ്മളത് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങളും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മൾ നോക്കിയാൽ ശരീഅത്തിൽ എവിടെയും, ഖുർആനിലാകട്ടെ ഹദീസിലാകട്ടെ, എവിടെയും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക എന്നല്ലാതെ എവിടെയെങ്കിലും ഒരു സ്ഥലത്തെങ്കിലും റസൂലുള്ളാഹിയോട് ഇങ്ങോട്ട് എന്തെങ്കിലും ചോദിക്കുക, അല്ലെങ്കിൽ റസൂലെ ഞങ്ങളുടെ കാര്യം നോക്കുക എന്ന് പറയുന്നത് പോലും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇതിനൊക്കെ ആവശ്യമുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമ്മൾ ചൊല്ലുന്ന സലാത്തും സലാമും ഒക്കെ ആവശ്യമുണ്ട്. അല്ലാഹു തആല അത് അടിമകളിലൂടെ അങ്ങനെ നിശ്ചയിച്ചിരിക്കുകയാണ്. അതുവഴി അത് ചൊല്ലുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്കും അതിനുള്ള നേട്ടമുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അതിനുള്ള നേട്ടമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ റഹ്മത്തും അള്ളാഹുവിന്റെ സലാമും റഹ്മത്തും എല്ലാം പ്രതീക്ഷിക്കുന്നയാളാണ്. അവിടുന്ന് ധന്യനല്ല. അള്ളാഹു താല മാത്രമാണ് എല്ലാത്തിലും ധന്യനായ അസ്സമദ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്, അവനാണ് പരാശ്രയമുക്തനായിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യക്കാരനാണ്, അള്ളാഹുവിന്റെ അടിമയാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന കാര്യമാണിത്. എന്നിട്ട് അതിനുശേഷം 3ാമത്തെ ഹക്ക്, അത് നമ്മളോട് തന്നെ, നമ്മൾ ഉൾപ്പെടുന്ന മുഴുവൻ മുസ്ലിമീങ്ങൾക്കുമുള്ള പ്രാർത്ഥനയാണ്. അസ്സലാമു അലൈന വ അലാ ഇബാദില്ലാഹി സ്സാലിഹീൻ. 4ാമതായി അസ്സലാമു അലൈന. ആദ്യം സ്വന്തത്തെ തൊട്ടാണ് തുടങ്ങിയത്. ആ സലാം, നമ്മൾ നേരത്തെ പറഞ്ഞ അർത്ഥത്തിലുള്ള സലാം, അത് അള്ളാഹുവെ നീ ഞങ്ങൾക്കും ഉണ്ടാകണം, നമുക്കും ബാധിക്കുന്ന എല്ലാ മുസീബത്തുകളിൽ നിന്നും അള്ളാഹുവെ നീ അതിനെ കാക്കണം, ആ മുസീബത്തുകളിൽ നിന്നെല്ലാം നീ രക്ഷ നൽകണം, സലാം നൽകണം. നീയാണ് സലാം, നീയാണ് രക്ഷ നൽകുന്നവൻ, സമാധാനം നൽകുന്നവൻ, നീ നൽകണമെന്നാണ്. ഇവിടെ അസ്സലാമു അലൈന എന്ന് പറയുന്നാൽ അവിടെ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഒന്നുകിൽ പണ്ഡിതന്മാർ പറയുന്നു, രണ്ടാമൊരു അർത്ഥം അവിടെ സങ്കല്പിക്കാം, നമ്മളോടൊപ്പം നിസ്കരിക്കുന്ന മുഴുവൻ ആളുകൾക്കും വേണ്ടിയിട്ടുള്ള ദുആയാണിത്. നമ്മളോടൊപ്പം ഇടതും വലതും ഒക്കെ നിന്നും നിസ്കരിക്കുന്ന ആളുകളുണ്ട്. അതേപോലെ തന്നെ മുഴുവൻ ഉമ്മത്തിന് വേണ്ടിയിട്ടും അങ്ങനെയാകാം. ഒരാൾ ഒറ്റക്കാണ് നിസ്കരിക്കുന്നത് എങ്കിൽ മുഴുവൻ ഉമ്മത്തിനെയും അവിടെ സങ്കല്പിക്കും. അതല്ല ജമാഅത്തായിട്ടാണ് നിസ്കരിക്കുന്നത് എങ്കിൽ കൂടെയുള്ള ആളുകളെയാണ് ആ നിലക്ക് ഉദ്ദേശിക്കുന്നത്. വഅലാ ഇബാദില്ലാഹി അസ്സാലിഹീൻ, സാലിഹീങ്ങളായ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടിമകൾക്കും അള്ളാഹുവിന്റെ സലാം ഉണ്ടാകട്ടെ എന്നാണ്. അപ്പൊ ഇവിടെ ഈ ഹദീസിൽ ചില റിവായത്തിൽ നമ്മൾ വായിച്ചതുപോലെ യശ്മലു കുല്ല അബ്ദിൻ സാലിഹിൻ ഫിസ് സമാഇ വൽ അർള്, ആകാശഭൂമികളിലുള്ള മുഴുവൻ അള്ളാഹുവിന്റെ അടിമകളും ഉൾക്കൊള്ളുന്നു എന്നാണ്. അത് കഴിഞ്ഞുപോയ, മരണപ്പെട്ടു പോയവരാകട്ടെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരാകട്ടെ, അള്ളാഹുവിന്റെ മുഴുവൻ സാലിഹീങ്ങളായ അടിമകൾക്കും വേണ്ടിയിട്ടാണ് ആ പ്രാർത്ഥന. ആകാശത്തിലുള്ള അടിമകളെല്ലാം സാലിഹീങ്ങളാണ്. കാരണം ആകാശത്തിൽ മലായിക്കത്തുകൾ മാത്രമേ ഉള്ളൂ. മനുഷ്യരും ജിന്നുകളും ഉള്ളവർ ഭൂമിയിലാണ്. അവരിലാണ് സാലിഹ്യങ്ങളും തെമ്മാടികളും ഒക്കെ ഉള്ളത്. അപ്പൊ അവരിൽ സാലിഹ്യങ്ങൾക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുകയാണ്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നു, ഫയശ്മലു അൽ മലായിക, അതിൽ മലക്കുകൾ ഉൾപ്പെടും. വയശ്മലുൽ ഹവാരിയീൻ അത്ബാ ഈസ വഹും നസാറ, ഈസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അനുയായികളായിരുന്ന അൽ ഹവാരിയൂൻ, അവരൊക്കെ ഉൾപ്പെടും. കാരണം അവരൊക്കെ ആ കാലഘട്ടത്തെ സാലിഹ്യങ്ങളാണ്. അതേപോലെ വയശ്മലു മൻ ഇഖ്താറഹും മൂസ മിൻ ഖൗമിഹി 70 റജുല, മൂസ അലൈഹി സ്വലാം തന്റെ കൗമിൽ നിന്നും 70 പേരെ തന്റെ അസ്ഹാബുകളായിട്ട് തെരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അവരൊക്കെ അതിൽ ഉൾപ്പെടും. കാരണം അവരൊക്കെ സാലിഹ്യങ്ങളാണ്. ഇത് പ്രത്യേകം എടുത്തു പറയുന്നത് എല്ലാവരും പെടുമെന്നറിയാൻ അദ്ദേഹം ചിലത് എടുത്തു പറഞ്ഞു എന്ന് മാത്രം. വയശ്മലു മൻ ആമന മഅ നൂഹ്, നൂഹിനോടൊപ്പം വിശ്വസിച്ച ആ വളരെ കുറഞ്ഞ ആളുകളുണ്ടല്ലോ, അവരും അതിൽ ഉൾപ്പെടും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഫഇന്നകും ഇദാ ഫഅൽതും ദാലിക്, നിങ്ങൾ ഇപ്രകാരം ഈ തശഹുദിൽ ഇങ്ങനെ അസ്സലാമു അലൈന വഅലാ ഇബാദില്ലാഹി സ്സാലിഹീൻ എന്ന് പറഞ്ഞാൽ ഫഖദ് സല്ലംതും അലാ കുല്ലി അബ്ദിൻ സാലിഹിൻ ഫിസ് സമാഇ വൽ അർള്, ആകാശഭൂമികളിലുള്ള മുഴുവൻ ആളുകൾക്കും വേണ്ടി നിങ്ങൾ സലാമിനെ ചോദിച്ചിരിക്കുന്നു എന്നാണ്. നമ്മൾ ചിന്തിക്കാറുണ്ടോ, നമ്മൾ ഇത്രയും ആളുകൾക്ക് വേണ്ടി സലാം ചൊല്ലുന്നുണ്ട്, അവർക്കൊക്കെ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുന്നുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടോ? ഇതിന്റെ അർത്ഥം അറിയുന്ന സമയത്ത്, നമ്മളിത് ചൊല്ലുന്ന സമയത്ത് നമ്മളത് പതുക്കെയാക്കും. ചില നിസ്കാരത്തിന്റെ അവസാനം ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ അസ്സലാമു അലൈക്കും ഇങ്ങനെ അങ്ങ് ചൊല്ലി സലാം വീട്ടുന്ന തിരക്കായിരിക്കും. കാരണം അവസാനമാകുമ്പോൾ പിന്നെ സലാം വീട്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയായിരിക്കും പിശാച് തലയിൽ കൊണ്ടുവരിക, നമ്മളിത് ശ്രദ്ധിക്കൂല. നമ്മൾ മുഴുവൻ അടിമകൾക്ക്, ഇവിടെയുള്ള നിസ്കരിക്കുന്ന, നമ്മളോടൊപ്പം നിസ്കരിക്കുന്നവർക്ക്, ലോകത്തുള്ള മുഴുവൻ സാലിഹ്യങ്ങൾക്ക്, ആകാശത്തുള്ള മലായിക്കത്തുകൾക്ക്, കഴിഞ്ഞുപോയ അമ്പിയാക്കളോടൊപ്പം ജീവിച്ചിരുന്ന അവരുടെ അനുയായികളായ സാലിഹ്യങ്ങൾക്ക്, ഇവർക്ക് വേണ്ടിയെല്ലാം നമ്മൾ പ്രാർത്ഥിക്കുന്നു എന്ന കാര്യമാണ് ഇവിടെ ഉള്ളത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേർക്ക് നേരെ പറഞ്ഞതാണ്, കേവലം വിശദീകരണമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില റിവായത്തിൽ വന്നത് നേർക്ക് നേരെ അങ്ങനെ പറഞ്ഞതാണ്. എന്നിട്ടാണ് നമ്മൾ ഷഹാദത്ത് ചൊല്ലുന്നത്. ആ ഷഹാദത്തുള്ളത് കൊണ്ടാണ് ഇതിനെ തശഹുദ് എന്ന് പറയുന്നത്. കാരണം അതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മൾ ആ ചൊല്ലുന്ന, അള്ളാഹുവിന് കൊടുക്കുന്ന ഷഹാദത്താണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പല തവണ ആവർത്തിച്ച്
കേട്ട ഒരു മജ്ലിസാണ്, നമുക്കറിയുന്ന കാര്യമാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഷഹാദത്ത് എന്ന് പറയുന്നത് അത് ഹൃദയത്തിൽ ഉള്ള വിശ്വാസം നാവിൽ കൊണ്ട് പറയുന്നതാണ്. കേവലം നാവ് കൊണ്ട് പറഞ്ഞാൽ അത് ഷഹാദത്താവുകയില്ല. ഹൃദയത്തിലുള്ള വിശ്വാസം, അതിനെക്കുറിച്ച് ഇൽമ് കിട്ടിയതിനു ശേഷം, കൃത്യമായി അറിഞ്ഞതിന് ശേഷം പറയുന്നതിനാണ് ഷഹാദത്ത് എന്ന് പറയുന്നത്. ഒരാൾ ഹൃദയത്തിൽ കേവലം വിശ്വാസം ഉണ്ടായത് പുറത്തേക്ക് പറഞ്ഞിട്ടില്ല എങ്കിൽ അത് ഷഹാദത്താവുകയില്ല. ഷഹാദത്തിന്റെ നിബന്ധനയാണ് അത് പറയാൻ കഴിവുള്ള ആളുകൾ, അഥവാ ഊമകളല്ലാത്ത കഴിവുള്ള ആളുകൾ അത് പ്രഖ്യാപിക്കണമെന്നുള്ളത്. അതുകൊണ്ട് ഇസ്ലാമിലേക്ക് ഒരാൾ വരുന്ന സമയത്ത് അയാളെ ബാഹ്യമായി മുസ്ലിമായി പരിഗണിക്കണമെങ്കിൽ ഈ ഷഹാദത്ത് അയാൾ ചൊല്ലണം. അള്ളാഹുവിന്റെ അടുക്കലാണ് കാര്യം. പക്ഷേ ഇവിടെ ഒരു മുസ്ലിമിന്റെ ഹുക്കുമായി അയാൾക്ക് പറയപ്പെടണമെങ്കിൽ അയാൾ ഷഹാദത്ത് ചൊല്ലിയിരിക്കണം. അതുകൊണ്ടാണ് ഇസ്ലാമിലേക്ക് ഒരാൾ കടന്നു വരുന്ന സമയത്ത് നമ്മൾ ഷഹാദത്ത് ചൊല്ലാൻ പറയുന്നത്. അതിനു മുമ്പ് അവനോ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. നീ പറയാൻ പോകുന്ന ഷഹാദത്ത് ഇതാണ്, നീ ഇതുവരെ പ്രാർത്ഥിച്ചിരുന്ന സകല ദൈവങ്ങളും അവർ ബാത്തിലാണ്. ദാലിക ബിഅന്നല്ലാഹ ഹുവൽ ഹഖ്, കാരണം അള്ളാഹു മാത്രമാണ് അൽ ഹഖ്, വഅന്നമാ യദ്ഊന മിൻ ദൂനിഹി അൽ ബാത്തിൽ, അവന് പുറമെ ആരാധിക്കപ്പെടുന്ന സകലതും വ്യർത്ഥമാണ്, കേവലം അള്ളാഹുവിന്റെ അടിമകളാണ്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ റസൂലും അടിമയുമാണ്. അതുപോലെ നീ പ്രാർത്ഥിക്കുന്ന കല്ലും വിഗ്രഹവും ഇതൊക്കെ അള്ളാഹുവിന്റെ വെറും സൃഷ്ടികൾ മാത്രമാണ്. സ്വന്തമായി ഉപകാരമോ ഉപദ്രവമോ ഒക്കെ ഒന്നും ചെയ്യാൻ സാധിക്കാത്ത കേവലം അടിമകൾ മാത്രമാണ് എന്ന കാര്യം ബോധ്യപ്പെടുത്തി അത് നാവ് കൊണ്ട് പറയലാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത്. എന്നിട്ടാണ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ അടിമയും അള്ളാഹുവിന്റെ റസൂലുമാണ് എന്നാണ്. ഈ അബ്ദുഹു വറസൂലുഹു എന്നുള്ള വാക്ക് വളരെ പ്രസക്തമായ വാക്കാണ്. കേവലം അഷ്ഹദു അന്ന മുഹമ്മദൻ എന്ന് മാത്രം, അല്ലെങ്കിൽ അന്ന മുഹമ്മദൻ എന്ന് മാത്രം പറഞ്ഞു മുഹമ്മദ് അള്ളാഹുവിന്റെ റസൂലാണെന്നോ നബിയാണെന്നോ മാത്രമല്ല അവിടെ പറയുന്നത്. അബ്ദുഹു വറസൂലുഹു, അള്ളാഹുവിന്റെ അടിമയാണ്. അബ്ദുൻ ലാ യുഅബദ്, അടിമയാണ്, അതുകൊണ്ട് തന്നെ ആരാധിക്കപ്പെടാൻ പാടില്ല, അതിനുള്ള അർഹതയില്ല. അടിമയാണ്, അള്ളാഹുവിന്റെ അടിമയാണ്. നിങ്ങൾ അള്ളാഹുവിന്റെ അടിമയാണെന്നതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് എത്രമാത്രം സ്ഥാനമുണ്ട് എങ്കിലും അടിമകളാണ്. ഏത് പടപ്പുകളും അവരെല്ലാവരും അള്ളാഹുവിന്റെ അടിമകളാണ്. അവരിലെ സ്ഥാനങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കും. അള്ളാഹുവിന് മുഖറബീങ്ങളായ മലക്കുകളുണ്ട്, പക്ഷെ അടിമകളാണ്. അള്ളാഹു തആല ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന, അള്ളാഹു തിരഞ്ഞെടുത്തിട്ടുള്ള അമ്പിയാക്കളുണ്ട്, അവരിൽപ്പെട്ട ഉലുൽ അസ്മുണ്ട്. അവരിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠരായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പക്ഷേ അബ്ദുഹു, അള്ളാഹുവിന്റെ അടിമയാണ്. ലാ യുഅബദ്, ആരാധിക്കപ്പെടാൻ പാടില്ല. വറസൂലുഹു, എന്നാൽ അത് അള്ളാഹുവിന്റെ റസൂലാണ് എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് പറയുമ്പോൾ ഒരിക്കലും നിഷേധിച്ച് തള്ളാൻ പാടില്ല. ഏതെങ്കിലും മനുഷ്യന്മാർ പറഞ്ഞ് കഥ പറയുന്ന മനുഷ്യന്മാരുടെ കഥയെ നിഷേധിക്കുന്നത് പോലെ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വ്യാജ വാർത്ത കൊണ്ടുവരുന്ന ആളുകളെ തള്ളിപ്പറയുന്നത് പോലെ നിഷേധിക്കാൻ പാടില്ല. മറിച്ച് അള്ളാഹുവിന്റെ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് രണ്ട് തായിഫത്തുകൾ, വഴിപിഴച്ച രണ്ടാളുകളെയും അവിടെ പ്രത്യേകമായി അവർക്കുള്ള മറുപടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിഷേധിക്കുന്നവർക്കുള്ള മറുപടി വറസൂലു. അതുപോലെ റസൂലിനോട് തന്നെ പ്രാർത്ഥനയും ആരാധനയും അർപ്പിക്കുന്ന ആളുകൾക്കുള്ള മറുപടി അബ്ദു, അള്ളാഹുവിന്റെ അടിമയാണ് എന്നാണ്. ഇതാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത് എന്നാണ്. എന്നാൽ സഹോദരങ്ങളെ, ഇത് ഇങ്ങനെയാണ് ഇതിന്റെ യാഥാർത്ഥ്യം. പക്ഷെ ഒരാൾ കേവലം നാവ് കൊണ്ട് മാത്രം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ അവനിൽ നിന്നും അതിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളൊന്നും കണ്ടിട്ടില്ല എങ്കിൽ അവനെ മുസ്ലിമായി പരിഗണിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. നമുക്ക് അവന്റെ ഹൃദയത്തിൽ എന്താണ് അവൻ ഒളിപ്പിച്ചിരിക്കുന്നത്, ഹൃദയത്തിൽ യഥാർത്ഥത്തിൽ അവൻ ഇങ്ങനെ തന്നെ വിശ്വസിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ട ആവശ്യമില്ല. മറിച്ച് നമ്മെ സംബന്ധിച്ചിടത്തോളം നഹ്നു നഹ്കുമു ബിദ്ദാഹിർ ഔ ദവാഹിർ, ബാഹ്യമായി എന്താണ് അവർ കാണിക്കുന്നത് അതേ നമുക്ക് ചെയ്യാൻ നിർവാഹമുള്ളൂ എന്നാണ്. എന്താണ് ഇതിന്റെ തെളിവ്? ഒരിക്കൽ ഉസാമ റളിയല്ലാഹു അൻഹു, നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും, അദ്ദേഹം ഒരു യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ അദ്ദേഹം ഒരു വ്യക്തിയുമായി യുദ്ധത്തിന് ഇങ്ങനെ പടവെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം അയാളെ വധിക്കുവാൻ വേണ്ടി വാളോങ്ങിയപ്പോൾ അവസാനം അയാൾ പറഞ്ഞു ലാ ഇലാഹ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു. പക്ഷേ ഉസാമ അദ്ദേഹത്തിന് മനസ്സിലായി റളിയല്ലാഹു അൻഹു, ഇത് വെറുതെ എന്നെ പറ്റിക്കാൻ പറയുന്നതായിരിക്കും, ജീവൻ രക്ഷാർത്ഥം പറയുന്നതായിരിക്കും. അദ്ദേഹം അത് വകവെച്ചില്ല, കുന്നുകളഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഈ വാർത്ത എത്തുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, യാ ഉസാമ ഖതൽത്, ഉസാമ നീ കൊന്നോ? റജുലൻ ബഅദ അൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞതിന് ശേഷം ഒരു വ്യക്തിയെ നീ കൊന്നോ? കൈഫ തസ്നഉ ബിലാ ഇലാഹ ഇല്ലല്ലാഹ് യൗമൽ ഖിയാമ, അയാൾ നാളെ ഖിയാമത്ത് നാളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹുമായി വന്നാൽ നീ എന്താണ് ചെയ്യുക? എന്താണ് നിനക്ക് അള്ളാഹുവിനോട് ബോധിപ്പിക്കാൻ ഉണ്ടാവുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ശക്തമായി. അദ്ദേഹം സഹാബത്തിനെ ആ രൂപത്തിൽ പഴി പറയുന്നത് വളരെ കുറവാണ്. അങ്ങനെ പറയപ്പെട്ട ഒരു സംഭവമാണിത്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ
അദ്ദേഹം ആഗ്രഹിച്ചു പോയി, വദിത്തു അന്നി ലം അകുൻ അസ്ലംതു ഇല്ലാ യൗമഇദിൻ, ആ ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് ഇസ്ലാമിലേക്ക് വന്നാൽ മതിയായിരുന്നു, അഥവാ ഈ ഒരു സംഭവത്തിന് ശേഷം ഞാൻ മുസ്ലിം ആയാൽ മതിയായിരുന്നു, ഇങ്ങനെ ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ ഞാൻ മുസ്ലിം ആയിരിക്കെ ഉണ്ടാകാൻ പാടില്ലായിരുന്നു എന്നുപോലും അദ്ദേഹം ആഗ്രഹിച്ചു പോയി. അത്രയും പ്രയാസമായി. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു, പിന്നീട് നമുക്കുള്ള സംശയങ്ങൾ മാത്രമാണ് ഇയാൾ മുസ്ലിമാണോ അല്ല മുനാഫിഖാണോ അഭിനയിക്കുകയാണോ. നമ്മെ സംബന്ധിച്ചിടത്തോളം ബാഹ്യമായ ആൾ പറയുന്നതിനനുസരിച്ച് മാത്രമേ നിർവാഹമുള്ളൂ. അതല്ലാത്തതിന് പ്രത്യേകം തെളിവ് വേണം. ഇയാൾ വല്ല ചാരനാണ്, അതല്ലെങ്കിൽ ഇയാൾക്ക് വല്ല ഗൂഢലക്ഷ്യങ്ങളുണ്ട് എന്നതിന് നമുക്ക് പ്രത്യേകമായ തെളിവുകൾ വന്നു കിട്ടിയാൽ, അതല്ലെങ്കിൽ അയാളുടെ പ്രവർത്തനത്തിലൂടെ ബോധ്യപ്പെട്ടാൽ അല്ലാതെ എന്ത് ചെയ്യാൻ സാധിക്കുകയില്ല, അയാളെ ഷഹാദത്തിനെ നമുക്ക് എതിർക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ബാഹ്യമായി ഒരാൾ നന്മയും സുന്നത്തും ഒക്കെ പ്രകടമായി കാണുമ്പോൾ നമ്മൾ അയാളെ സുന്നിയായി, അയാളെ സലഫിയായി നമ്മൾ പരിഗണിക്കും. അയാളുടെ ബാഹ്യമായ സലാഹ് നമ്മൾ പരിഗണിക്കും. പിന്നീട് അയാളിൽ നിന്നുള്ള വൃത്തികേടുകൾ, അയാളിൽ നിന്നുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നമ്മൾ അറിഞ്ഞാലാണ് നമ്മൾ അയാളെ എതിർക്കുകയും അയാൾ അകറ്റുകയും ഒക്കെ ചെയ്യുന്നത്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരാളുടെ ഖൽബ് നോക്കാനുള്ള യാതൊരു സംവിധാനവും നമുക്കില്ല, നമ്മളോടത് കൽപ്പിക്കപ്പെട്ടിട്ടുമില്ല. അങ്ങനെ ചെയ്യുന്നത് പാടില്ല എന്നാണ്. നമ്മൾ അയാളെ ചൊയ്ഞ്ഞന്വേഷിക്കുക, അയാൾക്കെതിരെ ജാസൂസ്, നമ്മളൊരു ചാരവൃത്തി നടത്തുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. അള്ളാഹു താല അങ്ങനെ മുഅ്മിന്റെ അഭിമാനത്തിന് സംരക്ഷണം കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഒരിക്കലും അവരുടെ പിന്നാലെ പോയി അയാൾ അങ്ങനെ ചെയ്യുന്നുണ്ടോ ഇങ്ങനെ ചെയ്യുന്നുണ്ടോ എന്നൊന്നും നോക്കേണ്ടതില്ല. മറിച്ച് പ്രകടമായാൽ, വ്യക്തമായാൽ നമ്മൾ അതനുസരിച്ച് അയാളോടുള്ള നിലപാടുകൾ എടുക്കും എന്നത് മാത്രം. ശരി, വേറെ ചില റിവായത്തിൽ വന്നത് ഇദാ ഖഅദ അഹദുക്കും ഫിസ്സലാ, നമ്മൾ പറഞ്ഞു നിങ്ങൾ നിസ്കാരത്തിന് വേണ്ടി ഇരുന്നാൽ ഇത് പറയണമെന്ന് പറഞ്ഞു. ആ ഹദീസുണ്ട്, പക്ഷെ കിതാബിൽ അദ്ദേഹം ബാക്കി അവിടെ കൊടുത്തിട്ടില്ല. അഥവാ ഹദീസ് പൂർണ്ണമായിട്ടാണെങ്കിൽ അത്തഹിയാത്ത് ഒന്നുകൂടി അവിടെ ഉണ്ട്. വേറെ ചില റിവായത്തിൽ ഫഇന്നകും ഇദാ ഫഅൽതും ദാലിക്, നിങ്ങളിത് പ്രവർത്തിച്ചാൽ. ഇവിടെ ഫഅല എന്ന് പറഞ്ഞാൽ ഇദാ ഖുൽതും ദാലിക് എന്നാണ്. അഥവാ അറബി ഭാഷയിൽ ഫഅല പ്രവർത്തിച്ചു എന്നുള്ളത് ചിലപ്പോൾ പറഞ്ഞു എന്നുള്ള അർത്ഥത്തിലും, പറഞ്ഞു എന്നുള്ളത് ചിലപ്പോൾ പ്രവർത്തിച്ചു എന്നുള്ള അർത്ഥത്തിലൊക്കെ ഉപയോഗിക്കാറുണ്ട് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. ഫഖദ് സല്ലംതു അലാ കുല്ലി അബ്ദിൻ സാലിഹിൻ ഫിസ് സമാഇ വൽ അർദ്, ആകാശഭൂമിയിലുള്ള മുഴുവൻ അടിമകൾക്കും നിങ്ങൾ സലാം പറഞ്ഞു. നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ഫൽയതഖയ്യർ മിനൽ മസ്അലതി മാ ഷാ, അവൻ ഉദ്ദേശിക്കുന്ന പ്രാർത്ഥനകൾ ഈ സമയത്ത് അവൻ നടത്തിക്കൊള്ളട്ടെ. ഇത്രയുമാണ് ഈ ഹദീസിലുള്ളത്. ഈ ഹദീസിൽ അദ്ദേഹം ഒരുപാട് ഫായിദ കൊടുത്തിട്ടുണ്ട്. പലതും നമ്മൾ അതിന്റെ ആദ്യത്തെ വിശദീകരണത്തിൽ തന്നെ പറഞ്ഞതാണ്. അതുകൊണ്ട് ചിലത് മാത്രം എടുത്ത് പറയാം. ഒന്ന്, ഇനായത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിത്തശഹുദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തശഹുദിന് അങ്ങേയറ്റം ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്തിരുന്നു. അതുകൊണ്ടാണ് അത് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കി തരുന്നത് അത് ആവർത്തിച്ച് പറഞ്ഞു എന്നിരുന്നതാണ്. ഖുർആൻ പഠിപ്പിക്കുന്നത് പോലെ പറഞ്ഞു. 2, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ പഠിപ്പിച്ച രീതി, കൈകൾ അങ്ങനെ ഉള്ളിലൊക്കെ പിടിച്ച് അങ്ങനെയാണ് പഠിപ്പിച്ചത്. സാധാരണ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ കാര്യം പറയുന്നത് പോലെ കേവലം ഇങ്ങനെ പറഞ്ഞതല്ല, മറിച്ച് കൈയൊക്കെ പിടിച്ച് അങ്ങനെ തന്നെയാണ് പറഞ്ഞത് എന്നാണ്. അതേപോലെ മറ്റ് ഇബാദത്തുകളെക്കാളും സലാത്തിന് പ്രത്യേകതയുണ്ട് എന്നാണ്. സലാത്ത് എന്നുള്ളതിന് മറ്റ് ഇബാദത്തുകളെക്കാളും പ്രത്യേകതയുണ്ട് എന്നാണ്. നിസ്കാരങ്ങൾക്ക് പ്രത്യേകതയുണ്ട്. അതുകൊണ്ടാണ് വസ്സലവാത്തു എന്ന് പറഞ്ഞത്. യഥാർത്ഥത്തിൽ ത്വയ്യിബാത്ത് എന്ന് വേറെയും പറയുന്നുണ്ട്. ത്വയ്യിബാത്ത് എന്നുള്ളത് വേറെയും പറയുന്നുണ്ട്. നിസ്കാരം യഥാർത്ഥ ത്വയ്യിബാത്തിൽപ്പെട്ട വിശിഷ്ടമായ അടിമകളുടെ പ്രവർത്തനങ്ങളിൽ പെട്ടത് തന്നെയാണ്. എന്നാൽ അതിൽ നിന്നും അസ്സലവാത്ത് ഒന്നുകൂടി മാറ്റി പറയാനുള്ള കാരണം അതിനതിൻ്റെതായ പ്രത്യേകത ഉള്ളത് കൊണ്ടാണ്. ചിലപ്പോൾ അങ്ങനെ 2 കാര്യങ്ങൾ ഒരുമിച്ച് പറയുമ്പോൾ രണ്ടാമത്തെ കാര്യം യഥാർത്ഥത്തിൽ ഒന്നിൽപ്പെട്ടത് തന്നെയായിരിക്കും. പക്ഷേ അത് രണ്ടാമത് എടുത്തു പറയാൻ കാരണം അതിന് കുറച്ച് പ്രത്യേകത ഉണ്ട് എന്നതുകൊണ്ടാണ്. അതുപോലെ അന്നല്ലാഹു അസ്സ വജല്ല ഹു അത്വയ്യിബാത്ത് മിനസ് സിഫാത്ത് വൽ അഖ്വാൽ വൽ അഫ്ആൽ, അല്ലാഹു തആലക്ക് അവന്റെ വിശേഷണങ്ങൾ, അല്ലാഹുവിന്റെ സംസാരം, അല്ലാഹുവിന്റെ കലാം, അല്ലാഹുവിന്റെ പ്രവർത്തനം എല്ലാം ത്വയ്യിബാണ്. അല്ലാഹുവിലേക്ക് ത്വയ്യിബ് അല്ലാതെ ഒരാൾക്ക് അടുക്കാൻ സാധിക്കുകയില്ല. ഇതൊക്കെ ഇതിൽ നിന്നുള്ള ഫായിദകളാണ്. ഇനി അടുത്ത ഹദീസിലേക്ക് പോകാം. عن عبد الرحمن بن أبي ليلى قال لقيني كعب بن عجرة. عبد الرحمن أبي ليلى അദ്ദേഹം പറയുകയാണ്, ലഖിയനി കഅബ് ബിൻ ഉജ്റ, കഅബ് ബിൻ ഉജ്റ എന്നെ കണ്ടുമുട്ടി. ഫഖാൽ, അപ്പോൾ കഅബ് ബിൻ ഉജ്റ എന്നോട് പറഞ്ഞു, അലാ ഉഹ്ദി ലക ഹദിയതൻ, ഞാൻ നിനക്കൊരു ഗിഫ്റ്റ് തരട്ടെ, ഒരു ഹദിയ തരട്ടെ എന്ന് ചോദിച്ചു. എന്നിട്ട് അദ്ദേഹം ആ ഗിഫ്റ്റ് എന്താണ് എന്ന് പറഞ്ഞത് ഒന്നും സമ്മാനമായിരുന്നില്ല. യഥാർത്ഥത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന എന്തെങ്കിലുമൊക്കെ വസ്തു വകകളായിരുന്നില്ല. മറിച്ച് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള ഒരു ഇൽമാണ്, ഒരു അറിവാണ് സമ്മാനമായി കൊടുത്തത്. അദ്ദേഹം ആ സമ്മാനം പറഞ്ഞു,
ഇന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖറജ അലൈന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളിലേക്ക് പുറപ്പെട്ടു. ഫഖുൽന, നമ്മൾ ചോദിച്ചു ആ സമയത്ത്, യാ റസൂലല്ലാഹ് ഖദ് അലിംന കൈഫ നുസല്ലിമു അലൈക ഫകൈഫ നുസല്ലി അലൈഹി. അല്ലാഹുവിന്റെ റസൂലേ, എങ്ങനെയാണ് താങ്കൾക്ക് യാ റസൂൽ ഖദ് അലിംന കൈഫ നുസല്ലിമു അലൈക, എങ്ങനെയാണ് താങ്കൾക്ക് സലാം പറയേണ്ടത് എന്ന് നമുക്കറിയാം. അസ്സലാമു അലൈക അയ്യുഹൻ നബി, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് പോലെയുള്ള സലാം നമ്മൾക്കറിയാം. ഫകൈഫ നുസല്ലി അലൈക, താങ്കൾക്ക് സലാത്ത് എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്ന് ചോദിക്കുകയുണ്ടായി. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കാനുള്ള കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ കൽപ്പിച്ചു, സൂറത്തുൽ അഹ്സാബിൽ, ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി, അല്ലാഹുവും അല്ലാഹുവിന്റെ മലക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി സലാത്ത് ചെയ്യുന്നു. യാ അയ്യുഹല്ലദീന ആമനു, മുഅ്മിനുകളെ, സല്ലു അലൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സലാത്ത് ചൊല്ലണം. വസല്ലിമു തസ്ലീമ, അതുപോലെ തന്നെ സലാമും ചൊല്ലണം. അതിൽ സലാം ഇവർക്കറിയാം, പക്ഷെ സലാത്ത് എന്താണെന്ന് അറിയില്ല. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആദ്യമായി ചോദിച്ചത് ഇവരായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഖൂലു, എങ്കിൽ നിങ്ങൾ പറഞ്ഞുകൊള്ളുക, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ് അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. ഇബ്രാഹിമി സലാത്ത് എന്നറിയപ്പെടുന്ന വളരെ പ്രശസ്തമായ, നമുക്കൊക്കെ പരിചിതമായ ഈ ഹദീസ്, ഈ സലാത്താണ് അദ്ദേഹം പറഞ്ഞു കൊടുത്തത്. എന്തുകൊണ്ടും ഒരു ഹദിയ എന്ന് പറയപ്പെടാൻ മാത്രം പ്രത്യേകത ഉള്ളതാണ്. കാരണം നമ്മൾ മനുഷ്യന്മാർ കൊടുക്കുന്ന ഏതൊരു ഗിഫ്റ്റും എത്ര വലുതായാലും അത് നശിച്ചു പോകും. നശിച്ചു പോകാത്തൊരു കാര്യം ഒരാൾക്ക് കൊടുക്കാൻ സാധിക്കുകയില്ല. അവന്റെ സാധാരണ എത്ര ലക്ഷങ്ങൾ കൊടുത്താലും അത് നശിച്ചു പോകും. എത്ര വലിയ വാഹനങ്ങൾ കൊടുത്തു, വീട് കൊടുത്തു, എന്ത് കൊടുത്താലും അതൊരു മനുഷ്യന് കൊടുത്താൽ അത് ഭൂമിയിൽ നശിച്ചു പോകാനുള്ളതാണ്. എന്നാൽ ആഖിറത്തിലേക്കുള്ള സമ്മാനം എന്ന് പറയുന്നത് ഇതാണ്. ഈ സലാത്ത് ഇത് പഠിപ്പിച്ചു കൊടുത്ത് ഒരാൾ ജീവിതത്തിൽ ചൊല്ലിയാൽ അവന്റെ ദുനിയാവിൽ അതുകൊണ്ട് ഒരുപാട് ഗുണമുണ്ട്. ആഖിറത്തിലേക്കും അവന്റെ ഖബറിലേക്കും അല്ലെ സലാത്തിന്റെ ശ്രേഷ്ഠതകളൊക്കെ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും ഈ പറഞ്ഞത് യഥാർത്ഥത്തിൽ വലിയൊരു ഗിഫ്റ്റ് തന്നെയായിരുന്നു, വലിയൊരു ഹദിയ തന്നെയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതാണ് അവർ സഹാബത്ത് സമ്മാനമായി കണ്ടത് എന്നാണ്. ഇത് പണ്ഡിതന്മാർ പലപ്പോഴും ചെയ്തിരുന്ന കാര്യമാണ്. അവരുടെ വിദ്യാർത്ഥികൾക്ക് മറ്റാരടുത്തും ഇല്ലാത്ത ഹദീസുകളൊക്കെ അവരോട് സമ്മാനം തരട്ടെ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. അത് വലിയ കാര്യമാണ്. നമുക്കത് കിട്ടുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. നമുക്കറിയില്ല. സുബ്ഹാനല്ലാഹി ബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം എന്ന് പറഞ്ഞാൽ വലിയ ശ്രേഷ്ഠതയുള്ള കാര്യമാണ്. അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായ കാര്യമാണ്. മീസാനിൽ അങ്ങേയറ്റം ഭാരമുണ്ടാക്കുന്ന കാര്യമാണ്. നാവിന് എളുപ്പമുള്ള കാര്യമാണ്. എപ്പോഴും ചൊല്ലിക്കോളൂ എന്നറിയാത്തൊരു വ്യക്തിക്ക് ഒരാൾ പഠിപ്പിച്ചു കൊടുത്താൽ യഥാർത്ഥത്തിൽ ചിന്തിച്ചു നോക്കിയാൽ എത്ര വലിയ സമ്മാനമായിരിക്കും. നമ്മളൊരു സാധു, അയാൾക്കൊന്നും കേട്ടിട്ടില്ല, ദീനെക്കുറിച്ച് കേട്ടിട്ടില്ല, നമ്മൾ പോയി പഠിപ്പിച്ചു കൊടുത്തു. ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് സുബ്ഹാനല്ലാഹി ബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം എന്ന് ചൊല്ലിക്കോളൂ. കാരണം അത് വളരെ എളുപ്പമാണ് പറയാൻ. മീസാനിൽ അങ്ങേയറ്റം ഭാരമുണ്ടാകും. അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായ വാക്കുകളാണ്. അയാൾ പറഞ്ഞാൽ ശരി, അയാൾ അങ്ങനെ ചൊല്ലാൻ തുടങ്ങിയാൽ അത് എത്ര വലിയ സമ്മാനമാണ്. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കത് വലിയ ഉപകാരം ആഖിറത്തിലുണ്ടാകും. നമുക്കും ഇങ്ങോട്ട് കിട്ടുന്ന, നമുക്കും അത് നിലനിന്നുകൊണ്ടേയിരിക്കുന്ന സമ്മാനമായിരിക്കും. മറ്റേ നമ്മൾ കൊടുക്കുന്ന ഒരു സ്വത്തോ ഒരു വകയോ കൊടുത്താൽ അപ്പോൾ നമുക്ക് അതിലൊരു പ്രതിഫലം രേഖപ്പെടുത്തു കഴിഞ്ഞു. പിന്നെ അവനത് നശിപ്പിച്ചാൽ പിന്നെ അതിന്റെ അസർ ബാക്കിയില്ല. പക്ഷേ ഇയാൾ ഈ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ പഠിപ്പിച്ചു കൊടുത്ത വ്യക്തിക്ക് അത് കിട്ടും, അല്ലെങ്കിൽ ഈ ദിക്ർ പഠിപ്പിച്ചു കൊടുത്ത വ്യക്തിക്ക് അത് കിട്ടും. അതാണ് ഇദ്ദേഹം ഒരു ഹദിയ, ഞാനൊരു സമ്മാനം തരട്ടെയോ എന്ന് ചോദിച്ചിട്ട് ഇവിടെ ഇത് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. ശരി, ഇനി ആ സലാത്താണ് ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ഇവിടെ വിശദീകരിക്കുന്നത്. അദ്ദേഹം പറയുന്നു, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വ അലാ ആലി മുഹമ്മദ്. അല്ലാഹുവേ, മുഹമ്മദിന് നീ സലാത്ത് ചെയ്യണമേ, അതേപോലെ മുഹമ്മദിന്റെ ആലിനും സലാത്ത് ചെയ്യണമേ. എന്താണ് ഇവിടെ സലാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ചില പണ്ഡിതന്മാർ പറഞ്ഞു, സലാത്ത്, മനുഷ്യന്മാർ സലാത്ത് ചൊല്ലുക എന്ന് പറഞ്ഞാൽ അത് ദുആയാണ്. മലക്കുകൾ സലാത്ത് ചൊല്ലുക എന്ന് പറഞ്ഞാൽ ഇസ്തിഗ്ഫാറാണ്. അള്ളാഹുവിന്റെ സലാത്ത് എന്ന് പറഞ്ഞാൽ റഹ്മത്താണ് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. എന്നാൽ വേറെ ചിലർ പറഞ്ഞു അത് അങ്ങനെ റഹ്മത്ത് എന്ന് പറയാൻ സാധിക്കുകയില്ല, കാരുണ്യം എന്ന് പറയാൻ സാധിക്കുകയില്ല. കാരണം എന്താണ്? അല്ലാഹു തആല സൂറത്തുൽ ബഖറയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഉലൈക അലൈഹിം സലവാത്തും മിർ റബ്ബിഹിം വറഹ്മ. അക്കൂട്ടർക്കാണ് അള്ളാഹുവിൽ നിന്നുള്ള സലാത്തും റഹ്മത്തും ഉള്ളത്, റബ്ബിൽ നിന്നുള്ള സലാത്തും റഹ്മത്തും ഉള്ളത്. ഇപ്പൊ സലാത്തും റഹ്മത്തും ഒന്നായിരുന്നെങ്കിൽ അള്ളാഹു അത് ഇങ്ങനെ അത്ഫ് ചെയ്ത് ഒന്നും അതും ഇതും എന്ന് പറയില്ല, രണ്ടും ഒന്നാണെങ്കിൽ അങ്ങനെ പറയില്ലല്ലോ. അതുകൊണ്ട് തന്നെ സലാത്ത് എന്ന് പറഞ്ഞാൽ റഹ്മത്തല്ല, മറിച്ച് സലാത്ത് എന്താണെന്നാൽ ഇമാം ബുഖാരി അബുൽ ആലിയ റഹിമുള്ളയിൽ നിന്നും ഉദ്ധരിച്ചിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം പറയുന്നു, സലാത്തുല്ലാഹ്
അള്ളാഹുവിന്റെ സലാത്ത് അഥവാ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി സലാത്ത് ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ സനാഉഹു അലൈഹി ഇൻദൽ മലായിക, മലായികത്തുകളുടെ അള്ളാഹുവിന്റെ സാമീപ്യസ്ഥരായ ആ മലക്കുകളുടെ അടുക്കൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു പുകഴ്ത്തി പറയുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചെറിയ കാര്യമല്ല. അള്ളാഹു തആലയാണ് പുകഴ്ത്തുന്നത്, ലോകങ്ങളുടെ റബ്ബാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടെ പുകഴ്ത്തുക എന്നുള്ളത്. ഇനി വസലാത്തുൽ മലായിക, മലക്കുകളുടെ സലാത്ത്, ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി എന്ന് പറഞ്ഞു. അള്ളാഹു മലക്കുകളും സലാത്ത് ചൊല്ലും. മലക്കുകളുടെ സലാത്ത് എന്ന് പറഞ്ഞാൽ അദ്ദുആ, ആ കാര്യം അള്ളാഹു ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ്. മലക്കുകൾ പ്രാർത്ഥിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇങ്ങനെ പുകഴ്ത്തണമെന്ന്. ഇനി നമ്മെ സംബന്ധിച്ചിടത്തോളം, അടിമകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സ്വലാത്ത് ചൊല്ലുമ്പോഴും അത് തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മലഉൽ ആലയിൽ, ഏറ്റവും ഉന്നതമായ ആ സ്ഥലത്ത് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുകഴ്ത്തണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ആരെങ്കിലും അങ്ങനെ ചെയ്താൽ, മൻ സല്ല അലയ്യ വാഹിദ, ആരെങ്കിലും എനിക്ക് വേണ്ടി ഒരു സലാത്ത് ചൊല്ലിയാൽ സല്ലല്ലാഹു അലൈഹി ബിഹ അശറ, അതുകൊണ്ട് അള്ളാഹു അവന് 10 സലാത്ത് ചൊല്ലും. അള്ളാഹു തആല നമ്മുടെ പേര് അവിടെ പറയും. ഇത് അടിമകൾക്ക് അള്ളാഹു തആല ഒരുപാട് റഹ്മത്തും കാരുണ്യവും എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സലാത്തിലൂടെ നൽകും. ധാരാളം ഹദീസുകളിൽ അത് കാണാം. ഒരടിമയുടെ ഗമ്മും അവന്റെ ടെൻഷനുകളും ആദിയും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സലാത്തിലൂടെ നീങ്ങും. അതുപോലെ തന്നെ അവന്റെ പ്രയാസങ്ങൾ അതൊക്കെ അള്ളാഹു തആല ഈ സലാത്തിലൂടെ നീങ്ങും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടിയിട്ടുള്ള ഒരു നന്ദി കൂടിയാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഈ ശരീഅത്ത് മുഴുവനും നമുക്ക് എത്തിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ അവിടത്തേക്ക് നമുക്കിനി തിരിച്ചൊന്നും ചെയ്യാനില്ല, അവിടത്തേക്ക് കൊണ്ട് പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് അവിടത്തേക്ക് വേണ്ടി സലാത്ത് ചൊല്ലുക എന്നുള്ളതാണ്. എന്നിട്ട് എങ്ങനെയാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്? ഇവിടെ ആലി മുഹമ്മദ് അല ആലി മുഹമ്മദ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് കാണാം. ആൽ എന്ന് വെറുതെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം അൽ അത്ബാഉ അലദ്ദീൻ, ഹുമുൽ അത്ബാഉ അലദ്ദീൻ, ദീനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിൻപറ്റുന്ന മുഴുവൻ ആളുകളും ആണ്. എന്നാൽ അവിടെ ദീനിൽ പിൻപറ്റുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞിട്ടാണ്, അതിനോടൊപ്പമാണ് ആൽ എന്ന് പറഞ്ഞാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അൽ മുഅ്മിനൂന മിൻ ഖുറാബത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖറാബത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബ ബന്ധത്തിൽ മുഅ്മിനീങ്ങളായ ആളുകളാണ് അത് ഉൾക്കൊള്ളുന്നത് എന്ന് കാണാം. എന്തായാലും എല്ലാവർക്കും വേണ്ടി സ്വലാത്ത് ചൊല്ലുകയാണ്. കമാ സല്ലൈത അല ആലി ഇബ്രാഹിമ വ അല ആലി ഇബ്രാഹിം, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമക്കും അവിടുത്തെ കുടുംബത്തിനും അള്ളാഹുവെ നീ സലാത്ത് ചെയ്തതുപോലെ എന്ന് അള്ളാഹു താലയോട് പറയുകയാണ്. അതൊരു തരം തവസ്സുലാണ്. ഇൻഷാ അല്ലാഹ് ആ തവസ്സുലിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇന്നക ഹമീദും മജീദ്, അള്ളാഹുവെ എല്ലാവരാലും സ്തുതിക്കപ്പെടുന്ന ഹമീദാണ്, അതുപോലെ തന്നെ എല്ലാ മഹത്വത്തിന്റെ ഉടമയായ മജീദുമാണ് നീ എന്ന് അള്ളാഹു താലയോട് പറയുകയാണ്. ഇതും ഒരു തവസ്സുലാണ്, അള്ളാഹു താലയുടെ അസ്മാകൾ എടുത്തു പറഞ്ഞ് ദുആ ചെയ്യുക എന്നുള്ളത്. എന്നിട്ട് പിന്നീട് ബറക്കത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. വബാരിക അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്, മുഹമ്മദിനും അവിടുത്തെ കുടുംബത്തിനും ബറക്കത്തുണ്ടാകട്ടെ. കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമക്കും അവിടുത്തെ കുടുംബത്തിനും ബറക്കത്ത് നേരത്തെ ചെയ്തതുപോലെ എന്നാണ് ഈ ഹദീസിലുള്ളത്. അപ്പോൾ ഈ ഹദീസിലുള്ള ഫായിദകളാണ് ഇനി ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഫായിദ അഥവാ തവസ്സുലിനെ കുറിച്ചിട്ടാണ്. തവസ്സുൽ ശറഇൽ അനുവദിക്കപ്പെട്ട തവസ്സുലുകളുണ്ട്. നമുക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോഴുള്ള 7 രൂപത്തിലുള്ള തവസ്സുലുകളുണ്ട്. ഇതൊക്കെ അനുവദിക്കപ്പെട്ട കാര്യമാണ്. അതിൽ പെട്ട ഒന്നായിരുന്നു കമാ സല്ലൈത അലാ ഇബ്രാഹിം, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നീ സലാത്ത് ചെയ്തതുപോലെ എന്ന് തവസ്സുൽ ചെയ്തിട്ടാണ് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അള്ളാഹുവിന്റെ അഫ്ആലുകൾ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നേരത്തെ അടിമകൾക്ക് ചെയ്തു കൊടുത്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവെ നീ ഇങ്ങനെ നമുക്ക് ഇറക്കി തന്നവനാണ്, അള്ളാഹുവെ നീ ഇങ്ങനെ നൽകിയവനാണ്, അള്ളാഹുവെ നീ ഇങ്ങനെ അനുഗ്രഹങ്ങളൊക്കെ നൽകിയവനാണ്, നീ ശത്രുക്കളെ പരാജയപ്പെടുത്തിയവനാണ്. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് അള്ളാഹു താലയോട് പ്രാർത്ഥിക്കാം. ബദറിൽ മുശ്രിക്കുകളെ പരാജയപ്പെടുത്തിയവനാണ് നീ, അതുപോലെയുള്ള മുസ്ലിമീങ്ങൾക്ക് വിജയം നൽകിയവനാണ്. അള്ളാഹുവെ ശത്രുക്കൾക്കെതിരെ നീ ഞങ്ങളെ സഹായിക്കണമേ പോലെയുള്ള ദുആ ചെയ്യുന്ന സമയത്ത് അള്ളാഹു താലയുടെ അഫ്ആലുകൾ എടുത്തു പറഞ്ഞ് പ്രാർത്ഥിക്കുക എന്നുള്ളത് ഇതിൽപ്പെട്ട ഒന്നാണ്. അങ്ങനെ ഓരോന്നായി നമുക്ക് പറയാം. അതിൽ ഒന്നാമതായി ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് കൊടുത്തത് അത്തവസ്സുലു ഇലല്ലാഹി തആല ബി അസ്മാഇഹി, അള്ളാഹുവിന്റെ നാമങ്ങൾ എടുത്തു പറഞ്ഞിട്ട് പ്രാർത്ഥിക്കലാണ്. അള്ളാഹുവിന്റെ നാമങ്ങളുണ്ട്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉ ബിഹ, അള്ളാഹുവിന് വളരെ ഹുസ്നയായ നല്ലതായ നാമങ്ങളുണ്ട്, അതുകൊണ്ട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് ചില സമയത്ത് തഫ്സീലായിട്ട് ഓരോ പ്രാർത്ഥനയ്ക്ക് യോജിച്ചതായിട്ട് അങ്ങനെ പറയാറുണ്ട്. അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റാഹിമീൻ,
എന്നൊക്കെ നമ്മൾ പറയും. അല്ലാഹുമ്മ ഗഫിർലി യാ ഗാഫിറൽ മുദ്നിബീൻ, പാപികളുടെ പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കുന്നവനെ എനിക്ക് പുറത്തു തരണമേ. അങ്ങനെ യോജിക്കുന്ന വാക്കുകൾ പറഞ്ഞിട്ട് തന്നെ അങ്ങനെ തഫ്സീലായിട്ട് നമ്മൾ പറയാറുണ്ട്. അതല്ലെങ്കിൽ മൊത്തത്തിൽ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ അങ്ങനെയും പ്രാർത്ഥിക്കും. നമ്മൾ ചില ദുആയിൽ ടെൻഷനും ആദ്യമൊക്കെ മാറാനുള്ള ഒരു പ്രാർത്ഥനയിൽപ്പെട്ടതാണ് അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവലക്, അല്ലാഹുവേ നിനക്കുള്ള മുഴുവൻ ഇസ്മിനെയും മുന്നിൽ നിർത്തിക്കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു. സമ്മൈത ബിഹി നഫ്സക്, അത് നീ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക്, നിന്റെ അടിമകളിൽ ചിലരെ നീ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഹദീസുകളിൽ മറ്റും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തന്നിട്ടുള്ളതാണ്. ഔ അൻസൽതഹു ഫീ കിതാബിക്, നിന്റെ ഖുർആനിൽ അത് വന്നിട്ടുള്ള കാര്യമാണ്. ഔ ഇസ്തഅ്സർത ബിഹി ഫീ ഇൽമിൽ ഗൈബി ഇൻദക്, അല്ലെങ്കിൽ നിന്റെ ഗൈബിയായ ഇൽമിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. ഇങ്ങനെ പറഞ്ഞ് മുഴുവനായിട്ട് പറഞ്ഞിട്ട് നമ്മൾ അവിടെ ടെൻഷന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. ടെൻഷനുമായി ബന്ധപ്പെട്ട പ്രത്യേക വാക്കൊന്നും അവിടെ ഇല്ല. അങ്ങനെയുണ്ട്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഗഫിർലി മഗ്ഫിറതൻ മിൻ ഇൻദിക് വർഹംനി ഇന്നക അൻതൽ ഗഫൂറുർ റഹീം, മഗ്ഫിറത്തും മർഹമത്തും, പാപമോചനവും കാരുണ്യവും ചോദിച്ചു. എന്നിട്ട് അവസാനത്തിൽ ഇന്നക അൻത അൽ ഗഫൂർ, എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനായ ഗഫൂർ, എല്ലാം അങ്ങേയറ്റം കാരുണ്യം ചെയ്യുന്നവനായ റഹീം എന്ന് ചോദിച്ചിട്ടും നമ്മൾ ചെയ്യാറുണ്ട്. അപ്പൊ ഒന്നാമതായി പറഞ്ഞത് അത്തവസ്സുലു ഇലല്ലാഹ് ബി അസ്മാഇഹി, ഇമ്മ ഇജ്മാൽ വ ഇമ്മ തഫ്സീൽ, ഒന്നിക്ക് മൊത്തത്തിൽ പേര് പറഞ്ഞിട്ടും പറയാം, അല്ലെങ്കിൽ പ്രത്യേകമായി യോജിച്ചതിനും പറയാം. ഇനി രണ്ടാമത്തത് അത്തവസ്സുലു ഇലല്ലാഹി തആല ബിസിഫത്തിൻ മിൻ സിഫാതിഹി, അല്ലാഹുവിന്റെ ചില വിശേഷണങ്ങൾ എടുത്തു പറഞ്ഞിട്ട്, നാമങ്ങൾ പറയുന്നത് പോലെ തന്നെ വിശേഷണങ്ങൾ എടുത്തു പറഞ്ഞിട്ടും അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാം. ഏതുപോലെ യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസു, ഇവിടെ രണ്ട് കാര്യം ഒരുമിപ്പിച്ചിട്ടുണ്ട്. ഒന്ന് അള്ളാഹുവിന്റെ നാമങ്ങളാണ് ആദ്യത്തിൽ പറഞ്ഞ യാ ഹയ്യു യാ ഖയ്യൂം എന്ന് പറഞ്ഞ് എന്നൊന്നും ജീവിച്ചിരിക്കുന്നവനും അതുപോലെ എല്ലാം നിയന്ത്രിക്കുന്നവനുമായ റബ്ബേ ബിറഹ്മതിക, നിന്റെ കാരുണ്യത്തെ മുൻനിർത്തിക്കൊണ്ട് അസ്തഗീസ്, ഞാൻ നിന്നോട് സഹായം തേടുകയാണ്. കാരണം അള്ളാഹു സഹായം ചോദിച്ചാൽ അതിന് ഉത്തരം നൽകുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽപ്പെട്ടതാണ്. അപ്പൊ അള്ളാഹുവെ നീ അങ്ങേയറ്റം കാരുണ്യമുള്ളവനാണ് എന്ന് പറഞ്ഞ് അവന്റെ വിശേഷണത്തെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ദുആ ഉൽ ഇസ്തിഖാറ, അതിൽ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ദുആ ഉൽ ഇസ്തിഖാറ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ അത് ഇങ്ങനെ ചെയ്യണമോ ഇങ്ങനെ ചെയ്യണം, അനുവദിക്കപ്പെട്ട ഒരു കാര്യത്തിൽ ഏത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യമാണ്. അല്ലാഹുമ്മ ഇന്നി അസ്തഖീറു ബി ഇൽമിക്, അല്ലാഹു നിന്റെ അറിവ് കൊണ്ട് ഇതിൽ ഏറ്റവും ഖൈർ ഏതാണെന്ന് ഞാൻ ചോദിക്കുന്നു. കാരണം നീയാണ് എല്ലാം അറിയുന്നവൻ. അപ്പൊ അല്ലാഹുവിന്റെ ഇൽമു കൊണ്ട് അല്ലാഹുവെ ഇതിൽ ഏറ്റവും ഖൈർ ഏതാണ്, എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. അത് അതിൽപ്പെട്ടതാണ്. അള്ളാഹുവിന്റെ സിഫത്തിനെ വെച്ചുകൊണ്ട് അഥവാ സിഫത്തിനെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. പക്ഷെ ഒരിക്കലും അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും അബദ്ധം പിണയാൻ പാടില്ല. സിഫത്തുകളോട് പ്രാർത്ഥിക്കാൻ പാടില്ല. യാ റഹ്മത്ത് അല്ലാ, യാ ഖുദ്റത്ത് അല്ലാ, അള്ളാഹുവിന്റെ റഹ്മത്തെ എന്നെ കാക്കണം എന്ന രൂപത്തിൽ പ്രാർത്ഥിക്കാൻ പാടില്ല. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ളയെ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞത്, പണ്ഡിതന്മാർക്കിടയിൽ ഇത്തിഫാഖുണ്ട്, അന്ന ദുആ സിഫത്തില്ലാ ശിർക്കുൻ, അള്ളാഹുവിന്റെ സിഫത്തിനോട് നേർക്കുനേരെ പ്രാർത്ഥിക്കുക എന്നുള്ളത് ഷിർക്കാണ്. ഒരിക്കലും തന്നെ യാ ഖുദ്റത്ത് അല്ലാഹ് അഗ്നിനി, അള്ളാഹുവിന്റെ ഖുദ്റത്തെ നീ എന്നെ രക്ഷിക്കണമേ, ആ രൂപത്തിൽ പ്രാർത്ഥന പാടില്ല. കാരണം അതിന് സ്വന്തം നിലക്ക് അള്ളാഹുവിൽ നിന്ന് വിട്ടിട്ട് അതിന് സ്വന്തം നിലക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള കഴിവുണ്ട് എന്ന് പറയുന്നത് പോലെ ആയിത്തീരും. സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് തവസ്സുൽ ഉപയോഗിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം എന്നാണ് നമ്മൾ പറഞ്ഞത്. 7 രൂപത്തിലുണ്ട് എന്ന് പറഞ്ഞു. 2 എണ്ണമാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് അള്ളാഹുവിന്റെ അസ്മാകളെ മുൻനിർത്തി പ്രാർത്ഥിക്കാം. 2 അള്ളാഹുവിന്റെ സിഫാത്തുകളെ മുൻനിർത്തി പ്രാർത്ഥിക്കാം. മൂന്നാമത് നാം നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ തവസ്സുൽ ഇലല്ലാഹി തആല ബി അഫ്ആലിഹി, അതാണ് ഈ ഹദീസിൽ വന്നത്. ഇത് വന്നപ്പോഴാണ് ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ നമുക്ക് വിശദീകരിച്ചു തന്നത്. അള്ളാഹുവിന്റെ അഫ്ആലുകൾ, പ്രവർത്തനങ്ങൾ എടുത്തു പറഞ്ഞിട്ട് അതിനെ മുൻനിർത്തിയിട്ട് അള്ളാഹുവിനോട് തന്നെ പ്രാർത്ഥിക്കുക. അള്ളാഹു നീ ഇങ്ങനെ ചെയ്തിട്ടുള്ളവനാണ്, അതുകൊണ്ട് നീ ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്തു തരണം. പ്രയാസം വന്ന സമയത്ത് മുസ്ലിമീങ്ങളെ രക്ഷപ്പെടുത്തിയവനാണ് റബ്ബേ, നീ ഞങ്ങളെ ഈ ഘട്ടത്തിൽ കൈവിടരുത്, രക്ഷപ്പെടുത്തണം എന്നൊക്കെ അള്ളാഹു താലയോട് അവന്റെ പ്രവർത്തനങ്ങളെ മുൻനിർത്തിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. ഹദീസുകളിലൊക്കെ ധാരാളം അങ്ങനെയുള്ള പ്രാർത്ഥനകൾ കാണാൻ സാധിക്കും. 4-മത്തെ തവസ്സുൽ അത്തവസ്സുലു ഇലല്ലാഹി തആല ബിൽ ഈമാനി ബിഹി, അള്ളാഹു താലയിൽ വിശ്വസിച്ചുകൊണ്ട് അതെടുത്തു പറഞ്ഞിട്ട്, നമ്മൾ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്ന് പറഞ്ഞിട്ട് അള്ളാഹു താലയോട് നമുക്ക് തവസ്സുൽ ചെയ്യാം. ഖുർആൻ സൂറത്തു ആലു ഇമ്രാനിൽ പറഞ്ഞതുപോലെ അല്ലദീന യഖൂലൂന, അഥവാ അവർ പറയുന്നു, റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ഇന്നന ആമന്ന, ഇതാ ഞങ്ങളിതാ ഈ ദീനിൽ വിശ്വസിച്ചിരിക്കുന്നു, ഫഗ്ഫിർ ലനാ ദുനൂബന, അതുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു തരണം. ഞങ്ങൾ അള്ളാഹു നിന്റെ ദീനിൽ വിശ്വസിച്ചവരാണ്, മുഅ്മിനീങ്ങളായവരാണ്, റബ്ബേ നീ ഞങ്ങൾക്ക് വന്നുപോയ തെറ്റുകൾ പുറത്തു തരണം. അപ്പം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ ഈമാൻ എടുത്ത് പറഞ്ഞിട്ട്, അള്ളാഹു ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട്, അള്ളാഹുവിൽ വിശ്വസിച്ചിട്ടുണ്ട്, ആമൻതു ബിക, അള്ളാഹുവെ നിന്നിൽ വിശ്വസിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം.
അഞ്ചാമത്തെ കാര്യം അത്തവസ്സുലു ഇലല്ലാഹി തആല ബിൽ അഅ്മാലി സ്സാലിഹ. ഇത് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളതാണ്. നമ്മുടെ സാലിഹ്യങ്ങളായ നമ്മൾ ചെയ്തിട്ടുള്ള സൽക്കർമ്മങ്ങളെ മുൻനിർത്തിയിട്ട് അള്ളാഹുവേ ഇതൊക്കെ ഞാൻ ചെയ്തത് നിനക്ക് വേണ്ടിയിട്ടാണ്, നിന്റെ വജ്ഹ് ഉദ്ദേശിച്ചാണ്, നാളെ എനിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കണം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്ന ഉദ്ദേശത്തിൽ ഇഖ്ലാസോടുകൂടി ഞാൻ ചെയ്തതാണ്. അപ്പൊ അത് മുൻനിർത്തിയിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. അപ്പൊ ഇത് പ്രാർത്ഥിക്കുന്ന സമയത്ത് അത് എളുപ്പമാകണമെങ്കിൽ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. നമ്മൾ ചെയ്തതിൽ നല്ല ഇഖ്ലാസ് ഉണ്ട്, ആരും അറിയാതെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് എന്ന് തോന്നുന്ന പ്രവർത്തനങ്ങളുമാണ് എടുത്തു പറയാൻ. കാരണം അത് മുൻനിർത്തിയിട്ട് അതൊരു ത്വയ്യിബായ പ്രവർത്തനം അല്ലെങ്കിൽ അള്ളാഹു പരിഗണിക്കൂല. നമ്മൾ ആളുകളൊക്കെ കാണിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തത് എടുത്തു പറഞ്ഞാൽ അതൊരു സാലിഹായ പ്രവർത്തനമായിട്ട് അള്ളാഹുവിന്റെ അടുക്കൽ എഴുതപ്പെടുകയില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ ചിന്തിക്കുക, അങ്ങനെയുള്ള പ്രയാസഘട്ടങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ ചെയ്തതിൽ ഏറ്റവും നല്ല പ്രവർത്തനം എന്തായിരിക്കും എന്ന് ചിന്തിച്ചിട്ട് അത് അള്ളാഹുവിനോട് എടുത്തു പറഞ്ഞിട്ട് റബ്ബേ ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, ഇതാരും കാണാതെ ഞാൻ ചെയ്തതാണ്, അതെടുത്തു പറയുക. അത് ചില സമയത്ത് നമുക്ക് തെറ്റുകൾ ചെയ്യാനുള്ള അവസരം ഉണ്ടായിട്ടും അല്ലെങ്കിൽ ഹറാമായ സമ്പാദ്യങ്ങൾ നേടിയെടുക്കാനുള്ള അവസരം ഉണ്ടായിട്ടും അള്ളാഹുവിനെ പേടിച്ച് നമ്മൾ ഒഴിവാക്കിയതായിരിക്കും. ചില സമയത്ത് നമ്മൾ അള്ളാഹുവിന് ചെയ്ത നന്മകളായിരിക്കും. വളരെ പ്രസിദ്ധമായ ഒരു ഹദീസുണ്ട്, അതൊരു പേജോളമുണ്ട്, അത് വായിക്കുന്നില്ല, പക്ഷെ അത് നമുക്കറിയുന്ന ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകഴിഞ്ഞ സമുദായത്തിൽ എങ്ങനെ 3 ആളുകൾ ഒരു ഗുഹയിൽ കുടുങ്ങിപ്പോയ കഥ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്. ആ 3 ആളുകളും യഥാർത്ഥത്തിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് അവരുടെ സാലിഹായ അമലുകളെ മുൻനിർത്തിയിട്ടാണ്. അതിൽ ഒന്നാമത്തെ ആൾ, അദ്ദേഹം പറഞ്ഞത്, ഞാൻ എപ്പോഴും റിസ്ക്കൊക്കെ ഉപജീവനൊക്കെ കൊണ്ടുവന്നാൽ എൻ്റെ മക്കൾക്കും ചെറിയ മക്കൾക്കും അതേപോലെ ഭാര്യക്കൊക്കെ കൊടുക്കുന്നതിന് മുമ്പ് എൻ്റെ മാതാപിതാക്കൾക്ക് കൊടുക്കും, അവർക്ക് ഭക്ഷണം കൊടുത്തിട്ടാണ്. കാരണം മാതാപിതാക്കളുടെ ഹക്ക് അവരെ ബഹുമാനിക്കുക, എന്നിട്ടേ ഞാൻ എന്ത് ചെയ്യാറുള്ളൂ, അവർക്ക് മക്കൾക്കും ഭാര്യക്കൊക്കെ കൊടുക്കാറുള്ളൂ. ഒരിക്കൽ ലേറ്റായി വന്നു, അപ്പോഴേക്കും ഉമ്മയും ഉപ്പയൊക്കെ ഉറങ്ങിപ്പോയി. ഇദ്ദേഹം അത് തെറ്റിച്ചില്ല, പതിവ് തെറ്റിച്ചില്ല. ഇദ്ദേഹം ആ പാല്, അദ്ദേഹത്തിന്റെ കയ്യിൽ പാലാണുള്ളത്, അത് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. ചെറിയ കുട്ടികൾക്ക് പ്രയാസം കൊണ്ട് അവർ കാലിൽ വീണ് കരയുന്നുണ്ട്. അദ്ദേഹം ആ പതിവ് തെറ്റിച്ചില്ല. അദ്ദേഹം മാതാപിതാക്കൾ സുബഹിനോടടുത്ത സമയത്താണ് എഴുന്നേറ്റത്, അപ്പോൾ അവർക്ക് കൊടുത്തു. അതിനുശേഷമാണ് മക്കൾക്കും ഭാര്യക്കൊക്കെ കൊടുത്തത് എന്നാണ്. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവേ ഇത് ഞാൻ ചെയ്തത് നിന്റെ വജ്ഹ് ഉദ്ദേശിച്ചിട്ടാണ്, അല്ലാതെ വേറെ ആരും കാണാനൊന്നുമല്ല എന്നെടുത്ത് പറഞ്ഞു. അപ്പോൾ ആ ഗുഹ അത് ചെറിയ ഒന്ന് അനക്കമുണ്ടായി എന്നാണ്. ആർക്കും അതിലൂടെ പുറത്തു പോകാൻ പറ്റൂല, ചെറിയൊരു അനക്കൽ അത് ഉണ്ടായി. രണ്ടാമത്തെ വ്യക്തി, അയാൾ ഒരു ഹറാമു ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ട് അത് അയാൾ ഒഴിവാക്കിയ കാര്യമാണ്. അദ്ദേഹത്തിന്റെ പിതൃവ്യ, എൻ്റെ ഉപ്പയുടെ സഹോദരന്റെ മകളെ അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് ഹറാമായ ഒരു ബന്ധം സ്ഥാപിക്കാനുള്ള താല്പര്യമുണ്ടായിരുന്നു. അങ്ങനെ അവൾ അതിന് സമ്മതിച്ചിരുന്നില്ല. ഒരു ഘട്ടത്തിൽ അവൾക്ക് വലിയ ക്ഷാമവും പ്രയാസവും വന്ന സമയത്ത് കുറച്ച് കടം വേണ്ടി വന്നു. അപ്പൊ ആ കടത്തിന് പകരമായി അവന്റെ ആഗ്രഹത്തിന് അവൾ സമ്മതിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ആ ഹറാം ചെയ്യാൻ ഒരുങ്ങിയ സമയത്ത് അവൾ അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മിപ്പിച്ചു, ഇത് നിനക്ക് ഹലാലാവുകയില്ല എന്ന് പറഞ്ഞു. അവൻ അള്ളാഹുവിനെ കുറിച്ച് പേടിച്ചുകൊണ്ട് ആ പ്രവൃത്തിയിൽ നിന്ന് വിട്ടുനിന്നു. അവൾക്ക് കടമായി കൊടുത്ത സ്വർണം ദീനാർ അത് തിരിച്ചു വാങ്ങിയുമില്ല. ഇദ്ദേഹം ഇതെടുത്തുകൊണ്ട് അള്ളാഹുവിനോട് പറഞ്ഞു, അള്ളാഹുവെ ഞാനിത് ചെയ്തത് നിന്നെ പേടിച്ചിട്ടാണ്, ആരും അവിടെ കാണാനുണ്ടായിരുന്നില്ല, എനിക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാമായിരുന്നു, പക്ഷെ റബ്ബെ നിന്നെ പേടിച്ചിട്ടാണ് ഞാൻ ഒഴിവാക്കിയത്. ആ ഗുഹ അല്പം കൂടി തുറന്നു, ആർക്കും പുറത്തു പോകാൻ പറ്റുന്ന അവസ്ഥയിലായിരുന്നില്ല. അങ്ങനെ മൂന്നാമത്തെ വ്യക്തി, അയാളുടെ സംഭവം അത് വലിയൊരു അത്ഭുതം, വേറെ ഒരു അത്ഭുതമാണ്. അദ്ദേഹത്തിന് കുറെ ജോലിക്കാരുണ്ടായിരുന്നു. വൈകുന്നേരമാകുമ്പോൾ അവർ പണി കഴിഞ്ഞ സമയത്ത് എല്ലാവർക്കും വേതനം കൊടുത്തു. ഒരാൾ മാത്രം വാങ്ങാതെ പെട്ടെന്ന് തിരിച്ചുപോയി. ഇദ്ദേഹത്തിന്റെ അടുത്ത് ഇത് ബാക്കിയായി. ഇദ്ദേഹം അത് അയാൾ പോയല്ലോ എന്ന് വിചാരിച്ചിട്ട് സ്വന്തം സമ്പാദ്യത്തിലേക്ക് എടുത്തില്ല, അതിന് പ്രത്യേകമായി മാറ്റിവെച്ചു. അദ്ദേഹം ആ സമ്പാദ്യം അങ്ങനെ കിടക്കുകയാണ് വർഷങ്ങളോളം. അദ്ദേഹം അത് വേറെ തന്നെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയി മാറ്റി, അതുകൊണ്ട് അതിനെ വളർത്തിയെടുത്തു. അതുകൊണ്ട് അയാൾക്ക് ഒരുപാട് ഒട്ടകങ്ങളും ആടും മാടും അതുപോലെ അടിമകളും ഒക്കെ അയാൾ അതിനെ കൊണ്ട് വാങ്ങി. വലിയൊരു സമ്പത്തായി അത് മാറി. ചെറിയൊരു വേതനം മാത്രമായിരുന്നു. ഒരുപാട് കാലം കഴിഞ്ഞപ്പോൾ ഈ വ്യക്തി തിരിച്ചു വരികയുണ്ടായി. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഇന്ന കാലത്ത് നിങ്ങളുടെ അടുക്കൽ ഒരു പണിയെടുത്തിട്ടുണ്ട്, അന്ന് ഞാൻ ശമ്പളം വാങ്ങിയിരുന്നില്ല, വേതനം വാങ്ങിയിരുന്നില്ല, അത് വേണമെന്ന് പറഞ്ഞു. ഈ വ്യക്തി അത് മുഴുവനും കാണിച്ചു, ആ വലിയ ഒരു ലോകം തന്നെ കാണിച്ചു, പറഞ്ഞു ഇതൊക്കെ നിന്റേതാണ് എന്ന് പറഞ്ഞു. ആ സാധു പറഞ്ഞു, നിങ്ങൾ എന്നെ പരിഹസിക്കാൻ പാടില്ല, ഞാൻ കുറെ കാലം കഴിഞ്ഞിട്ടാണ് വരുന്നത്, പരിഹസിക്കരുത് എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ പരിഹസിച്ചതല്ല, ഇത് നിങ്ങളുടെ സമ്പത്തായിരുന്നു, ഞാൻ ഇങ്ങനെ അത് വളർത്തിയതാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അത് മുഴുവനും കൊടുക്കുകയുണ്ടായി. ഇദ്ദേഹം ഇതും എടുത്തു പറഞ്ഞു, റബ്ബേ ഞാൻ ഇങ്ങനെ ചെയ്തത് ഇത് ഒരു ഹലാല് ഹറാമ് പേടിച്ചിട്ടാണ് എന്ന് പറഞ്ഞു മുൻനിർത്തി പറഞ്ഞപ്പോൾ പുറത്തു കടക്കാൻ പറ്റുന്ന രൂപത്തിൽ ആ ഗുഹാമുഖം അത് തുറന്നു വരികയുണ്ടായി. അങ്ങനെ അവർ രക്ഷപ്പെട്ടു. അപ്പൊ സാലിഹായ പ്രവർത്തനങ്ങൾ എടുത്തു പറഞ്ഞിട്ട് നമുക്ക് അള്ളാഹു താലയോട് പ്രാർത്ഥിക്കാം. അപ്പൊ അതിന് നമ്മൾ ആദ്യം ചിന്തിക്കണം, ഇങ്ങനെയൊക്കെയുള്ള പ്രവർത്തനം ആരും കാണാതൊക്കെ ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ
എന്നതൊരു ചോദ്യമാണ്. അതിനുശേഷം അത് നമുക്ക് പ്രാർത്ഥിക്കാൻ ഉപയോഗിക്കാമെന്നാണ്. ഇതാണ് അഞ്ചാമത്തത്. അന്നൗ ഉസ്സാദിസ്, ആറാമത്തത് അത്തവസ്സുലു ഇലല്ലാഹി തആല ബിഹാലിൽ അബ്ദ്. നമ്മൾ അപ്പോഴത്തെ അവസ്ഥ എടുത്തു പറഞ്ഞിട്ട് റബ്ബേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഉദാഹരണത്തിന് അങ്ങേയറ്റം ദാരിദ്ര്യമാണ്, എങ്ങനെ നോക്കിയാലും കടമൊന്നും മാറുന്നില്ല, അങ്ങേയറ്റം പ്രയാസമാണ്. ഇനി ചിലപ്പോൾ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കല്യാണമൊന്നും ആവുന്നില്ല, ഇനി പെണ്ണിന്റെ വാപ്പയെ സംബന്ധിച്ചിടത്തോളം കെട്ടിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല, അങ്ങേയറ്റം പ്രയാസത്തിലും ബുദ്ധിമുട്ടതൊക്കെയാണ് ഉള്ളതെങ്കിൽ ആ കാര്യം റബ്ബെ ഇന്ന ഹാലിലാണ്, അല്ലാഹുമ്മ ഇന്നി ഫഖീർ, അല്ലാഹു ഞാൻ ദരിദ്രനാണ്, ഫഅഗ്നിനി, അല്ലാഹു എനിക്ക് നീ ധന്യത നൽകണമേ, സമ്പത്തിൽ ബറക്കത്ത് നൽകണമേ, വർദ്ധിപ്പിച്ചു തരണമേ എന്ന് നമ്മുടെ അവസ്ഥ എടുത്ത് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുക. ഇത് ഖുർആനിൽ തെളിവുണ്ട്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിന്റെ ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ട്. ആ ചരിത്രവും പലപ്പോഴും കേട്ടതാണ്, ആവർത്തിക്കുന്നില്ല. അദ്ദേഹത്തിന് ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ട് അദ്ദേഹം ഉള്ള സമയത്താണ്, സമ്പത്തില്ല, ഒരു ജോലിയില്ല, കല്യാണം കഴിച്ചിട്ടില്ല, ഇങ്ങനെ എല്ലാം കൊണ്ടും പ്രയാസം, സമ്പത്തുമില്ല, ജോലിയില്ല, കല്യാണമില്ല. ആ സമയത്താണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്, റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ, റബ്ബെ നീ ഇറക്കി എന്തൊരു ഖൈറുണ്ടോ അതിനേക്ക് ഞാൻ ആവശ്യക്കാരനാണ്, ഫഖീറാണ്, എൻ്റെ അടുത്തൊന്നുമില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഉടനെ തന്നെ അവിടെ ഉണ്ടായിരുന്ന കഥ നിങ്ങൾ കേട്ടതാണ്. ആ രണ്ട് സ്ത്രീകളിൽ നിന്നും ഒരാളെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തു, അദ്ദേഹത്തിന് അവിടെ ഒരു ജോലി കിട്ടി, അതുപോലെ സാമ്പത്തികമായും അള്ളാഹു താല കൈ കൊടുത്തത് ഖുർആനിൽ അള്ളാഹു താല പറഞ്ഞു വന്നിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമ്മുടെ അവസ്ഥ പറഞ്ഞിട്ട്, ഇപ്പൊ രോഗിയാണെങ്കിൽ ആ രോഗം എടുത്തു പറഞ്ഞിട്ട്, ഇനി സാമ്പത്തികമായ ബുദ്ധിമുട്ടുള്ളവർ അതെടുത്ത് പറഞ്ഞിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. അതൊരു തരം തവസ്സുലാണ്. ഏഴാമത്തത്, അവസാനത്തത് അത്തവസ്സുലു ഇലല്ലാഹി തആല ബിദുആഇർ റജുലി സാലിഹ്, സാലിഹായ ഒരു വ്യക്തിയോട് എടുത്തു പറഞ്ഞിട്ട് നമുക്ക് അള്ളാഹുവിലേക്ക് പ്രാർത്ഥിക്കാം. എങ്ങനെ? ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ അയാളോട് പറയാം, ഇങ്ങനെ പ്രയാസമുണ്ട്, നിങ്ങളൊന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പണ്ഡിതന്മാർ പറഞ്ഞു ഇത് നിരുപാധികമല്ല, മറിച്ചൊരു പൊതു കാര്യത്തിനാണ് നമ്മൾ ഇതിനു വേണ്ടി സമീപിക്കേണ്ടത് എന്നാണ്. നമ്മളൊരു ആവശ്യത്തിന് വേണ്ടി നമ്മളൊരു സാലിഹായ ആളുകളോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതങ്ങനെ പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമല്ല. മറിച്ചൊരു പൊതു ആവശ്യത്തിന് വേണ്ടി നമ്മളെ സ്ഥാപനത്തിന്റെ ഒക്കെ അവസ്ഥ എങ്ങനെയാണ് പ്രാർത്ഥിക്കണം എന്ന് പറയാം. അല്ലെങ്കിൽ നാടിന്റെ അവസ്ഥ എങ്ങനെയാണ്, ഇങ്ങനെ മഴയില്ല, ബുദ്ധിമുട്ടുകളുണ്ട്, അതൊക്കെ പറഞ്ഞിട്ട് പറയാം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. വലിയ വലിയ വെള്ളപ്പൊക്കം, ആദ്യം ദാരിദ്ര്യം വന്നപ്പോൾ അല്ലെങ്കിൽ വരൾച്ച വന്ന സമയത്ത് വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അതൊരു തവസ്സുലാണ്. അതിനുശേഷം അത് വെള്ളപ്പൊക്കമായി മാറിയപ്പോഴും പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പിന്നീട് സഹാബത്തിന്റെ കാലത്ത്, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് അവിടെയും വരൾച്ച ഉണ്ടായപ്പോൾ അദ്ദേഹം അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോടാണ് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് അനുവദിക്കപ്പെട്ട കാര്യമാണ്. സാലിഹായ വ്യക്തികളോട് പോയി നിങ്ങൾ നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം എന്ന് പറയുക എന്നാണ്. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്രയും 7 രൂപത്തിലുള്ള തവസ്സുലുകൾ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇതിനെ കുറിച്ച് പഠിക്കുകയോ അറിയുകയോ ചെയ്യില്ല. നമ്മുടെ നാട്ടിലെ ആളുകൾ ചെയ്യുന്ന തവസ്സുൽ അതെന്തായിരിക്കും? ഈ ഖബറിന്റെ അടുക്കൽ പോയി ഈ ഖബറിൽ കിടക്കുന്ന മഹാന്റെ ഹക്ക് ബർക്കത്ത് ജാഹു കൊണ്ട് അള്ളാഹുവെ ഞങ്ങൾക്ക് പുറത്തു തരണമേ, പ്രയാസം നീക്കണമേ, പ്രതിസന്ധികൾ നീക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ഇത് ബിദ്അത്താണ്, ഷിർക്കല്ല. കാരണം അള്ളാഹു എന്നാണ് പ്രാർത്ഥിച്ചത്. പക്ഷെ ഈ മഹാന്റെ ഹക്ക്, അയാളുടെ ബറക്കത്ത്, അയാളുടെ ജാഹ്, ഇതുകൊണ്ട് അള്ളാഹുവെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ അത് ബിദ്അത്താണ്, കടുത്ത പാപമാണ്. അടുത്ത ഘട്ടത്തിൽ ഖബറിന്റെ അടുക്കലാ പോകുന്നതെങ്കിൽ വളരെ ഗൗരവമാണ്. അടുത്ത ഘട്ടത്തിൽ ഷിർക്കിലേക്ക് തന്നെ എത്താനുള്ള വസീലത്തുനില ഷിർക്കുമാണ് എന്ന് കാണാം. എന്നാൽ ഒരാൾ ഖബറാളിയോട് തന്നെ നിങ്ങൾ എനിക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ ഖബറാളിയോട് തന്നെ പറഞ്ഞാലോ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ഖബറാളിയോട് വിളിച്ചു പറഞ്ഞാൽ അത് ഷിർക്കാണ്, ദീനിൽ നിന്ന് പുറത്തു പോകുന്ന ഷിർക്കാണ്. അപ്പൊ ഇങ്ങനെയുള്ള അനുവദിക്കപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു താല ദുആക്ക് പെട്ടെന്ന് ഉത്തരം, അല്ല അതിന്റെയൊക്കെ ആളുകൾ ഈ ഷിർക്ക് ചെയ്യാനും ഇതേപോലെ ബിദ്അത്ത് ചെയ്യാനൊക്കെയുള്ള ന്യായം പെട്ടെന്ന് ഉത്തരം കിട്ടണം എന്നൊക്കെയാണ്. പക്ഷെ ഇതിന് പെട്ടെന്ന് ഉത്തരം കിട്ടാനുള്ള ഒരുപാട് മാർഗങ്ങളും അങ്ങനെ അള്ളാഹു ഉത്തരം കൊടുത്ത സംഭവങ്ങളും നമുക്കിവിടെ ഉണ്ട്, മുന്നിലുണ്ട്. എന്നിട്ടാണ് അതൊക്കെ ഒഴിവാക്കിയിട്ട് ഈ രൂപത്തിൽ ബിദ്അത്തിലേക്കും ശേഷം ഷിർക്കിലേക്കും ദീനിൽ നിന്ന് തന്നെ പുറത്തേക്ക് പോകുന്ന അവസ്ഥയിലേക്കും ആളുകൾ ചെന്നെത്തുന്നത് എന്നത് വലിയ ഖേദകരമായ കാര്യമാണ്. ഇത്രയുമാണ് ഈ ഹദീസിൽ ഉള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്ത ഹദീസ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും തൗഫീഖ് നൽകട്ടെ. വഹാദ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.